കുറഞ്ഞ സെക്കൻഡുകൾ ഉണ്ടായുള്ളൂ. പിന്നെ ഒരു അനക്കമില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇറങ്ങി നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടെൻഡൻസി, പെട്ടെന്ന് നമുക്ക് ഇറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ട്. മുകളിൽ നിന്ന് ഈ സൗണ്ട് ഇങ്ങനെ വരുന്ന പോലെ തോന്നിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ എടക്കൽ ഭാഗത്തുനിന്ന് ആൾക്കാർ വിളിച്ചു. ഈ പാറക്കടവ് എന്ന് നമ്മൾ തൊട്ടടുത്ത ജംഗ്ഷനിൽ ഒരു പാറക്കടവാണ്. അപ്പൊ അവിടുന്ന് ആൾ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, അവിടുന്ന് ഭയങ്കര സൗണ്ട് കേട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതേ സൗണ്ട് ഞാനും കേട്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവർ വീടിനുള്ളിൽ ഭയങ്കര മുഴക്കത്തോടെ സൗണ്ട് കേട്ടത്, അവർ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി പുറത്തിറങ്ങിയതുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത്. വീടിന്റെ ജനലൊക്കെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു. നമസ്കാരം. ഇന്ന് വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിൽ ഭൂമിക്കടിയിൽ നിന്ന് കേട്ട ശബ്ദം എന്തിൻ്റെ സൂചനയാണ്? ഉരുൾപൊട്ടലിന് ശേഷമുള്ള സ്വാഭാവിക ചലനങ്ങളുടെ ശബ്ദമെന്ന് ഭൗമശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. കേരളത്തിൻ്റെ ഭൂഘടനയെക്കുറിച്ച് പുതിയ പഠനങ്ങൾ ആവശ്യമായി വരുന്നുണ്ടോ? അത്തരം ഒരു ആവശ്യത്തിലേക്കാണോ ഈ പുതിയ സാഹചര്യങ്ങൾ കൊണ്ടുപോകുന്നത്? സ്വാഗതം. സ്പെഷ്യൽ ഷോ നമ്മുടെ അതിഥികളായി വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ, സീസ്മോളജിസ്റ്റ് ഡോക്ടർ ശരവണകുമാർ, സോയിൽ സയന്റിസ്റ്റ് PU ദാസ് എന്നിവർ. ആദ്യം ഈ മുഴക്കം എങ്ങനെ ഉണ്ടായി എന്നതിൻ്റെ വിവരണവുമായി ഞങ്ങളുടെ പ്രതിനിധി ഷിത ജഗത്തുണ്ട്. ഇപ്പോൾ ഷിത, ഏതൊക്കെ പ്രദേശങ്ങളിലായിരുന്നു മുഴക്കം? ഈ മുഴക്കത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? ആ ശബ്ദം എന്തുപോലെയാണ് തോന്നിയത്? അജിംസ്, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് ഒരു ഇടിമുഴക്കം പോലുള്ള ഒരു ശബ്ദം കേട്ടു എന്നുള്ളതാണ്. അതായത് ഈ വലിയൊരു മുഴക്കം പോലെയുള്ള ഒരു ശബ്ദം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ചെറിയൊരു പ്രകമ്പനം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. ജനലുകൾ ഉൾപ്പെടെ പ്രകമ്പനം കൊള്ളുന്നുണ്ടായിരുന്നു. വാതിലുകൾ തള്ളി തുറക്കുന്നത് പോലെയുള്ള രീതിയിലുള്ള ഒരു മുഴക്കമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവിടെ ആളുകൾ പറയുന്നത്. അമ്പലവയൽ വില്ലേജിലെ മാങ്കൊമ്പ്, നെന്മേനി വില്ലേജിലെ അമ്പുകുത്തിമാളിക, വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി, അച്ചുരാം വില്ലേജിലെ സേട്ടുകുന്ന്, കാരാറ്റപ്പിടി, മൈലാടിപ്പാറി, ചോലപ്പുറം, തെക്കുംതറ തുടങ്ങി അങ്ങനെ വിവിധ സ്ഥലങ്ങളിലാണ്, അതായത് ഒരേ സമയം തന്നെ വിവിധ സ്ഥലങ്ങളിലായി വ്യത്യസ്ത മേഖലകളിലുള്ള വിവിധ സ്ഥലങ്ങളിലായി ഈ മുഴക്കം ഉണ്ടായതാണ് ആളുകളിൽ പരിഭ്രാന്തി പരത്തിയത്. അത് പ്രത്യേകിച്ചും ഈ ചൂരൽമല ദുരന്തമുണ്ടായ ഒരു സാഹചര്യത്തിൽ അതിന്റെ രണ്ട് ദിശകളിലായിട്ടാണ് ഈ മലനിരകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. കുറിച്യാർ മലയുടെ താഴ്വാരത്താണെങ്കിൽ മറ്റൊന്ന് എടക്കൽ ഗുഹയൊക്കെ സ്ഥിതി ചെയ്യുന്ന അമ്പുകുത്തി മലയുടെ താഴ്വാരത്താണ്. ഈ ഏകദേശം ഒരേ ദൂരമാണ്. ചൂരൽമലയിൽ നിന്നും മേപ്പാടിയിൽ നിന്നും നമുക്ക് ഏകദേശം ഒരേ ദൂരം വരുന്ന രണ്ട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരേ സമയം ശബ്ദമുണ്ടായതോടു കൂടിയാണ് ആളുകൾ പരിഭ്രാന്തിയിലായത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉരുൾപൊട്ടലോ മണ്ണിടിച്ചിലോ മുൻപുണ്ടായ സ്ഥലത്ത് ഭൂമിക്കടിയിൽ പല തട്ടുകളായി മൺകൂനകൾ ഉണ്ടാകും. അത് ആ പാളികൾ ഇളകിക്കൊണ്ട് നിരപ്പായ രീതിയിലേക്ക് മാറുന്നതിന്റെ ശബ്ദമാകാം ഉണ്ടായത് എന്നുള്ളൊരു നിഗമനമാണ് ഉള്ളത്. അതും നിഗമനം മാത്രമാണ്. ഭൂചലനം വയനാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ഭൂകമ്പ മാപിനികളിലൊന്നും തന്നെ അങ്ങനെ ഭൂചലനമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിൽ ജിയോളജി വകുപ്പ് അപ്പോൾ തന്നെ ഈ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ആ സമയത്ത് തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ, വിവിധ വകുപ്പുകളെ അറിയിക്കുകയും അവർ ഉടൻ തന്നെ ഈ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്തു. ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ സ്ഥലങ്ങളിലും എത്തി ആളുകളോട് ഏത് രീതിയിലുള്ള ശബ്ദമാണ് കേട്ടത്, എങ്ങനെയാണ് ശബ്ദമുണ്ടായിരുന്നത്, ഒപ്പം തന്നെ ഏത് രീതിയിലുള്ള പ്രകമ്പനമാണ്, വീടുകളിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് അവർ റിപ്പോർട്ട് നൽകുമെന്നാണ്. വയനാട് ശബ്ദം കേട്ട അതേ സമയത്ത് തന്നെയാണോ മറ്റ് ജില്ലകളിലും ശബ്ദം കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായത്? അജിംസ്, ആദ്യം ഇത് ആശങ്ക ഉയർത്തിയത് ഈ വയനാടിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ ചൂരൽമലയോട് ചേർന്നുള്ള വയനാട്ടിലെ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ശബ്ദമുണ്ടായതാണ്. പക്ഷെ പിന്നീടാണ് ഇത് സംസ്ഥാനത്ത് ആ ഭാഗത്ത് മാത്രമല്ല, വയനാട്ടിൽ മാത്രമല്ല ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ വയനാട്ടിൽ മാത്രമല്ല ഇങ്ങനെ ഒരു ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടത് എന്ന് വ്യക്തമാകുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൂടരി, മുക്കം സ്ഥലങ്ങളിലുണ്ട്, ഒപ്പം എടപ്പാളിലുണ്ടായിട്ടുണ്ട്, പാലക്കാട്, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഏകദേശം ഒരേ സമയത്താണ് ഈ മുഴക്കം കേട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ശാസ്ത്രീയ പഠനം നടത്തേണ്ടത് ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. കാരണം എന്ത് കാരണത്താലാണ് ഈ ഒരു ശബ്ദം ഉണ്ടായിരിക്കുന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതും ഒരേ സമയത്ത് ഈ തൊട്ടയൽ ജില്ലകളിലെല്ലാം തന്നെ ശബ്ദമുണ്ടാകുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ കാരണമെന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. അജിംസ്, ശരി. ഷിതയാണ് വിവരങ്ങൾ നൽകിയത്. എന്താണ് സംഭവിച്ചത് എന്ന് യഥാർത്ഥത്തിൽ ആദ്യം ഷംസാദ് മരക്കാർ, ഇത് ആശങ്ക ഉയർത്തി എന്നുള്ളത് ശരി. നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട വല്ല അവസ്ഥയുമുണ്ടോ? അതുപോലെ ഇപ്പോൾ ശാസ്ത്രലോകത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങളിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല, ഉരുൾപൊട്ടൽ മേഖലകളിൽ സാധാരണയായി ഉണ്ടാകുന്നതെന്നാണ്. എന്ത് നടപടികളാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്?
നമ്മൾ ജില്ലാ കളക്ടറേറ്റിനകത്ത് ഇരിക്കുന്ന സമയത്താണ് നമുക്ക് മെസ്സേജിലൊക്കെ ആളുകൾ ഫോൺ വിളിച്ചുമൊക്കെ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഇങ്ങനൊരു ശബ്ദം കേട്ടു എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് സ്ഥിരീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ നമ്മൾ ഒരു സ്ഥലത്താണ് എന്ന് വിചാരിച്ചെടുത്തു നിന്ന് ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്ത് നിന്ന് ഇത്തരം കോളുകൾ വരുന്നു. നമ്മൾ ജിയോളജിസ്റ്റിനെയും റവന്യൂവിനെയും ദുരന്ത നിവാരണ അതോറിറ്റിയെയും 2 ടീമായി, ഒന്ന് ബത്തേരിയിലേക്കും ഒന്ന് കൽപ്പറ്റയിലേക്കും ഡിപ്ലോയ് ചെയ്യുകയും, അപ്പോൾ മേൽമുറി പൊഴുതന പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ, സുഗന്ധഗിരി, ചെന്നായിക്കവല എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ നേരിട്ട് മേൽമുറിക്ക് പോയി, ജിയോളജിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നോക്കിയത് പ്രാഥമികമായി പാറക്കല്ലുകൾ ഉരുളുകയോ അല്ലെങ്കിൽ പുതിയതായി ഒരു വാട്ടർ സ്ട്രീം കാണുകയോ അല്ലെങ്കിൽ നമ്മളെ വാട്ടർ സ്ട്രീമിൽ കളർ ചേഞ്ച് ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ഇവൻ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അത് നമ്മളൊന്ന് പരിശോധിച്ചു. അങ്ങനെയൊന്നും നമുക്ക് ശ്രദ്ധയപ്പെട്ടില്ല. ഫോറസ്റ്റിൻ്റെ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ ഡ്രോൺ ഒന്ന് ചെയ്ത് നോക്കി. കാരണം മേൽഭാഗത്ത് എന്തെങ്കിലും സംഭവം അങ്ങനെ ഒരു അൺയൂഷ്വലായി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ശബ്ദം കേട്ടു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ചില സ്ഥലത്ത് ശബ്ദം ഒരു കേട്ടു എന്നുള്ളതും ചില സ്ഥലത്ത് ശബ്ദത്തോടൊപ്പം ചെറിയ രീതിയിലുള്ള ഒരു പ്രകമ്പനം ഉണ്ടായി എന്നും അനുഭവസ്ഥർ നമ്മളോട് പറയുകയുണ്ടായി. അപ്പോൾ നമ്മളുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടവരും വയനാട്ടിലുണ്ട്, ഇന്ന് കേന്ദ്ര സംഘം വരുന്നത് കൊണ്ട്. അപ്പോൾ അവരുമായി നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. അതിലാണ് ഭൂകമ്പം അല്ല എന്നുള്ള അവരുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് നമുക്ക് വന്നു. അത് നമ്മൾ ജനങ്ങളെ അറിയിച്ചു. ജനങ്ങളോട് നമ്മൾക്ക് വീടുകളിലേക്ക് നിൽക്കാൻ പറയണമോ അതോ മാറ്റണമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ യഥാർത്ഥത സംഭവിച്ചത്. അപ്പോൾ ജനങ്ങളെ മാറ്റണം എന്നാണ് നമുക്ക് കിട്ടുന്ന നിർദ്ദേശമെങ്കിൽ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താമെന്നും വളരെ പെട്ടെന്ന് തന്നെ നമുക്കതിനെ ഒരു ഇവാക്യുവേഷൻ പോലെ നമുക്ക് മാറ്റാനുള്ള ശ്രമമുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു നിർദ്ദേശം പിന്നീട് കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നീട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചത് ഇത് സ്വാഭാവിക ഒരു പ്രതിഭാസമാണ്, ഒരു ഉരുൾപൊട്ടലിന് ശേഷം സംഭവിക്കുന്ന ഒരു ക്രമവൽക്കരണമാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഇനി അത് സംസ്ഥാന തലത്തിൽ കൂടെ ചർച്ച ചെയ്ത് അവരാണ് നമുക്ക് ഈ വിവരം തരേണ്ടത്, എന്ത് തരത്തിലുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നും ജനങ്ങളുടെ ആശങ്ക എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നും. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ഇപ്പോൾ ഈ ഒരു ശബ്ദം കേട്ട പ്രദേശത്ത് ജനങ്ങൾക്കൊരു ചെറിയ ആശങ്ക എന്തായാലും സ്വാഭാവികമായി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ നമ്മളൊരു ക്ലിയർ കട്ടായി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പ്രാഥമികമായി ജനങ്ങളെ അറിയിക്കണം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവിടെ നിന്ന് പറഞ്ഞതുപോലെ ഇതൊരു ക്രമവൽക്കരണമാണെങ്കിൽ അത് നമ്മൾ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്യുകയും നമ്മൾ ഇതാണ് എന്ന് ജനങ്ങളെ അറിയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരു ക്ലാരിറ്റി ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ജിംസ് പറഞ്ഞതുപോലെ വിദഗ്ധരായ ആളുകൾ വിവിധ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ആ അഭിപ്രായങ്ങളിൽ ഇതങ്ങനെ പേടിക്കേണ്ടതില്ല, ഒരു തവണ ശബ്ദം കേട്ടതുകൊണ്ട് തുടർച്ചയായി കേൾക്കുകയാണെങ്കിലാണ് ജാഗ്രത വേണ്ടത് എന്നുള്ള അഭിപ്രായമുണ്ട്. മറ്റു തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. സോയിൽ പൈപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ ചിലർ പറയാറുണ്ട്. ചിലർ നേരത്തെ പറഞ്ഞതിൽ ഭൂകമ്പത്തിൻ്റെ ഒരു ട്രിഗറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ ആളുകളുണ്ട്. പാറകളുടെ ഭൂമിക്കടിയിൽ ഉരച്ചലിനെ കുറിച്ച് അങ്ങനെ. അപ്പം നമുക്കിതിനെക്കുറിച്ച് അത്രയും ഡീറ്റെയിലായി അറിയില്ല. പക്ഷേ സർക്കാർ നമുക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് ചെയ്യേണ്ടത്, ജനങ്ങളോട് എന്താണ് പറയേണ്ടതെന്നൊരു ക്ലാരിറ്റി തന്നാൽ ജനങ്ങളുടെ ആശങ്ക നമുക്ക് പരിഹരിക്കാൻ കഴിയും. പക്ഷെ വയനാട്ടിൽ സോയിൽ പൈപ്പിംഗ് സംഭവിക്കാറുണ്ട്, അതില്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. ദാസി ചർച്ചയിലുണ്ട്, ദാസിനും അറിയാം. കുറുമ്പാലക്കോട്ടയിലൊക്കെ നമ്മൾ സോയിൽ പൈപ്പിംഗ് സംഭവിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ നമ്മളുടെ ഒരു പ്രശ്നം 1-2 സ്ഥലങ്ങളിൽ നമുക്കൊരു ക്രാക്ക് ഉണ്ട്, പഴയ ഒരു ചെറിയ ക്രാക്ക് നിലനിൽക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതും ശ്രദ്ധിക്കപ്പെടേണ്ടതുമായ ഒരു മേഖലയാണ്. കാരണം അബൂത്തിയുടെ ഭാഗത്ത് ക്രാക്കുണ്ട്, നമുക്ക് പൊഴുതനയുടെ ഭാഗത്തൊരു ക്രാക്കുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ചർച്ചയിലേക്ക് കയറുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചത് മുത്തുമാരിയിലൊരു ക്രാക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ക്രാക്കുള്ള പ്രദേശങ്ങളിൽ മഴയുടെ ഇൻഡെക്സ് കൂടുകയൊക്കെ ചെയ്യും. പേടിയുണ്ടാവും, സ്വാഭാവികമാണ്. അത് മുന്നേ ഉള്ളതാണ്. അത് നമ്മളുടെ 2019 മുതലുള്ള. പക്ഷേ അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ക്രാക്കുകളാണ്. പക്ഷെ അതിലങ്ങനെ കുഴപ്പമില്ല. പക്ഷെ അത് അവിടെ ജനങ്ങൾക്ക് അറിയാം അവിടെ ഒരു ക്രാക്ക് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ശബ്ദം, പമ്പുകുത്തിയിലൊരു ക്രാക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ശബ്ദം കൂടി കേൾക്കുമ്പോൾ സ്വാഭാവികമായ ആളുകൾ കുറച്ചുകൂടി ഒരു ഭയം ഉണ്ടാകും. അപ്പോൾ ഒരു ക്ലാരിറ്റി നമുക്ക് ജനങ്ങൾ ഇപ്പോൾ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് കലക്ടർ പറഞ്ഞത്. പക്ഷെ ഒരു ക്ലാരിറ്റി ജനങ്ങൾക്ക് കൊടുക്കണം, എന്താണ് സംഭവിച്ചത് എന്നും നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻ എന്താണ്. കാരണം നമ്മൾ മുണ്ടക്കൈ നമുക്ക് അപ്പുറത്തുള്ളത് കൊണ്ട് ആളുകൾക്കൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാകും. അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല, നന്നായി പേടിക്കും വയനാട്ടുകാർ. അപ്പോൾ അത് നമ്മളൊന്ന് ക്ലാരിറ്റി വരുത്തണം. ആ ഒരു ക്ലാരിറ്റി ഇതുവരെ നമുക്ക് അങ്ങ് ജനങ്ങളോട് നേരിട്ട് പറയാൻ ഈ സമയം വരെ കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ശരി ഷംസാദ്. ശ്രീ ശരവണകുമാർ, ഒരു ചെറിയ പ്രകമ്പനത്തോടെയുള്ള ശബ്ദമാണ് ഉണ്ടായതെന്ന് പറയുന്നു. സാധാരണ ഉരുൾപൊട്ടൽ മേഖലയിൽ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നും പറയുന്നു. പക്ഷേ ഇത് വയനാട്ടിൽ മാത്രമല്ല ഉണ്ടായതെന്ന്, മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിൽ വരെ ഈ ശബ്ദം കേട്ടവരുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു?
അതായത് ഇതിന്റെ ശാസ്ത്രീയ വശം, പ്രകൃതി വശം എന്ന് പറയുന്നത് 2 മാസം മുമ്പ് പാലക്കാട് ജില്ലയുടെ അതിർത്തിയായ തിരുമിറ്റക്കോട്, തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ചാവക്കാടെല്ലാം 3 റിക്ടറിലും 2.8 റിക്ടറിലും തുടരായിട്ട് 2 ദിവസം ഭൂമികുലുക്കം ഉണ്ടായി. ആദ്യ ദിവസം ഒരു ശനിയാഴ്ച രാവിലെ 3 മണിക്കും, 2-ാം ദിവസം രാവിലെ 8:30ക്കും. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ രാജൻ അവർ പറഞ്ഞൊരു വിഷയം, ഒരു ഫാൾട്ട് ലൈൻ തൃശ്ശൂരിൽ നിന്ന് ഇടുക്കി വരെയുള്ള ഒരു ഫാൾട്ട് ലൈൻ ഉണ്ട് എന്നൊക്കെ വിദഗ്ധർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചലനം ഒരു തുടർചലനത്തിനുള്ള ചലനമല്ല, ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു. അത് തന്നെ ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളതും. വയനാട്ടിൽ വരാനുള്ള ഭൂകമ്പത്തിന്റെ ഒരു സൂചനയല്ല ഇത്. വയനാട്ടിൽ നിന്നും ചുറ്റുപാടുള്ള ഭൂപ്രദേശങ്ങളിൽ വരാനുള്ള ഭൂകമ്പത്തിന്റെ സൂചന തന്നെയാണ്. കാരണം SCINCE, സയൻസ് എന്നുള്ള വാക്ക് രൂപപ്പെട്ടിട്ട് 650 വർഷമേ ആയിട്ടുള്ളൂ. സയൻസിനേക്കാളും പല സമയത്തും ചരിത്രം വലുതാണ്. ഒരു സ്ഥലത്ത് ഭൂകമ്പങ്ങളോ ഉരുൾപൊട്ടലോ സോയിൽ പൈപ്പിങ്ങോ സംഭവിച്ചാൽ ആ സംഭവിച്ച സ്ഥലത്തിന്റെ ചരിത്രത്തിൽ വീണ്ടും വീണ്ടും സംഭവിച്ചേ തീരും. ഇതൊരു റിലേറ്റീവ് സ്റ്റഡിയാണ്. എന്ന് വെച്ചാൽ ഇവിടെ 100 വർഷത്തിനുള്ളിൽ സംഭവിക്കും. അതൊരു പീരിയഡ് ഓഫ് ടൈമാണ്, ഒരു ടൈം ടേക്കൺ. 100 വർഷം എന്ന് വെച്ചാൽ കൃത്യമായി 100 വർഷമല്ല, ± about 30 years. 30 വർഷം മുന്നാകാം, 30 വർഷം പിന്നാകാം, 70 വർഷത്തിലും സംഭവിക്കാം, 130 വർഷത്തിലും സംഭവിക്കാം. ഇനിയും 6 വർഷം കഴിയുമ്പോൾ 130-ാം വർഷമാണ്. വയനാട്, ഊട്ടിയിലുള്ള കുന്നൂർ, കമ്മീഷണർ ബംഗ്ല, കോയമ്പത്തൂർ, അവിനാശി, പാലക്കാട് ചിറ്റൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങളെല്ലാം തെക്കേ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ചിറ്റൂർ നല്ലേപ്പിള്ളിയാണ്. ഇപ്പൊ വയനാട്ടിൽ സംഭവിച്ച ഈ മണ്ണിന്റെ ഉള്ളിലുള്ള ഇടിമുഴക്കം പോലുള്ള ശബ്ദം എന്ന് പറഞ്ഞത് ട്രാവലിംഗ് ട്രെമ്മർ എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള ഭൂപ്രദേശത്ത് വാക്വം, ഒന്നും ഇല്ലായ്മ, വാക്വമായുള്ള സ്ഥലത്തുള്ള സൗണ്ട്, ആ ഒരു പ്രകമ്പനമാണ് എല്ലാ സ്ഥലത്തും കേൾക്കുന്നത്. പിന്നെ ശാസ്ത്രപരമായും പ്രകൃതിപരമായും ചിന്തിക്കണമെന്ന് ഒരു തവണ കൂടി ആവർത്തിച്ച് പറയാൻ കാരണമുണ്ട്. വയനാട് ജില്ല, പാലക്കാട് ജില്ല, തൃശൂർ ജില്ല, അതിർത്തി കടന്നാൽ ഊട്ടി, അത് തമിഴ്നാടാണ്. ഇതൊക്കെ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ വെച്ചിട്ടുള്ള അതിർത്തിയാണ്. പ്രകൃതി ദുരന്തങ്ങൾക്ക് സംസ്ഥാന അതിർത്തി, ഭാഷ അതിർത്തി, പഞ്ചായത്ത് അതിർത്തി, MLA നിയോജക മണ്ഡല അതിർത്തി, റവന്യൂ ഡിസ്ട്രിക്ട് അതിർത്തി തടസ്സമല്ല എന്നുള്ളത് ഒരു സാമാന്യ അറിവാണ്. അപ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, പ്രത്യേകിച്ചും ഉരുൾപൊട്ടൽ എന്നുള്ളത്, ഇപ്പൊ നമ്മുടെ കളക്ടറേറ്റിലുള്ള ആ ബഹുമാനപ്പെട്ട ആ വ്യക്തി പറഞ്ഞതുപോലെ സോയിൽ പൈപ്പിംഗ് എന്നുള്ള വിഷയമാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ആണ് ഉരുൾപൊട്ടൽ, തേർഡ് സ്റ്റേജ് ആണ് ഭൂകമ്പങ്ങൾ. ഈ ഫസ്റ്റ് സ്റ്റേജ് സോയിൽ പൈപ്പിംഗ് പഠിക്കാൻ ഏറ്റവും കൃത്യമായ സ്ഥലം നമ്മുടെ കേരളത്തിൽ വയനാടും കട്ടപ്പന, ഇടുക്കി ജില്ലയിലെ ഏലപ്പാറ. മൂന്നാമത്തത് കൃത്യമായ സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിയിൽ സോയിൽ പൈപ്പിംഗ് അത്രയും സുലഭമായിട്ട് എളിമയായിട്ട് നമുക്ക് കണ്ടുണരാൻ കഴിയും. പാലക്കാട് ജില്ലക്കാരനാണ്, ചിറ്റൂരാണ്. കാരണം ചിറ്റൂർ താലൂക്ക് എന്ന് പറഞ്ഞത് എന്റെ മാതൃഭാഷ തമിഴാണ്. ഇത് പറയാൻ കാരണം, പക്ഷെ തമിഴ്നാടിനോട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. പഴയ തിരുക്കൊച്ചിയാണ്, ഇപ്പോഴും ഇത് തിരുക്കൊച്ചിയാണ്, പല നിയമങ്ങളും തിരുക്കൊച്ചിയാണ്. ഇത് കൃത്യമായി പറയാൻ കാരണം 1900 ഫെബ്രുവരി 8 പുലർച്ചെ അതിരാവിലെ 3:11 സംഭവിച്ച ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ചിറ്റൂർ നല്ലേപ്പിള്ളിയാണ്. അത് കോയമ്പത്തൂർ ഭൂകമ്പം എന്നാണ് റെക്കോർഡുകളിൽ ഉള്ളത്. മെഡ്രാസ് ഗസറ്റിയറിൽ കൃത്യമായുള്ള 3 സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ. കാരണം ചരിത്രം എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഈ ശബ്ദം കേട്ടത് സോയിൽ പൈപ്പിംഗ് വഴി മണ്ണിനടിയിൽ ഉണ്ടാകുന്ന വാക്വം, ആ വാക്വത്തിൽ എങ്ങനെയാണ് ഈ ശബ്ദം വരുന്നത്? ഇതെന്തെങ്കിലും ഭൂപാളികൾ താഴേക്ക് അടരുന്നതാണോ? യെസ്, വാക്വം. യെസ്, കൃത്യമായി നിങ്ങൾ പറഞ്ഞ വാക്ക് കറക്റ്റ് ആണ്, വാക്വം. അതെ, അതിൽ ആശങ്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോഴുള്ള വയനാട് ജില്ലക്കാരല്ല, വയനാട് ജില്ലക്കാരെ പേടിപ്പെടുത്തേണ്ടതില്ല. കാരണം ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു ദുരന്തം വരുന്നു പറഞ്ഞ് മുൻകൂട്ടി മുൻകരുതൽ സുരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞാൽ ആവശ്യമില്ലാതെ പേടിപ്പെടുത്തുന്നു എന്ന് നമ്മൾ പറയും. പറയാതെ ജനങ്ങൾ പാനിക്കാകുമെന്ന് പറയാതിരുന്നാൽ അതും പ്രശ്നമാണ്. അതായത് പറഞ്ഞിരിക്കാലോ, എന്തെങ്കിലും ചെയ്തിരിക്കാലോ എന്നുള്ള വികാരമാണ്. മനുഷ്യരാണ് നമ്മളെല്ലാം. അപ്പോൾ ദി റൈറ്റ് ടു നോ ദി റൈറ്റ് ഇൻഫർമേഷൻ അറ്റ് ദി റൈറ്റ് ടൈം, ഇറ്റ്സ് എവരിവൺസ് റൈറ്റ്. ആരും ഭരിച്ചാലും ഇവിടെ ജനങ്ങളുടെ ജീവന് സുരക്ഷ എന്നുള്ളതാണ് ആദ്യത്തെ കടമ. എന്ന് വെച്ചാൽ ഇപ്പോ വയനാട്ടിൽ സംഭവിച്ചത് അവിടുത്തെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ളത് ശരിയായിരിക്കും. സംഭവിച്ചത് ഭൂകമ്പമല്ല. ഉച്ചയ്ക്ക് നമ്മുടെ മീഡിയ മുന്നിൽ നിന്ന് നിങ്ങൾ ഫോണിൽ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അവിടെ സംഭവിച്ചത് ഭൂകമ്പമല്ല. ഒരു ഭൂകമ്പം എന്ന് പറഞ്ഞാൽ പ്രഭവ കേന്ദ്രം വേണം.
ഇപ്പൊ ഇവിടെ സംഭവിച്ച പ്രകമ്പനങ്ങൾക്ക് ഏതിനും പ്രഭവ കേന്ദ്രവും ഇല്ല, എപ്പി സെന്റർ ഇല്ല, നാഷണൽ സൈസ്മോളജിക്കൽ സെന്ററിലും രേഖപ്പെടുത്തിയിട്ടുമില്ല. അപ്പൊ അവിടെ സംഭവിച്ചത് ഭൂകമ്പങ്ങളല്ല. പക്ഷെ വരാനുള്ള ഭൂകമ്പങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറം, അത് ഊട്ടിയിലായിരിക്കാം, കോയമ്പത്തൂരിലായിരിക്കാം. ഇപ്പോൾ ഈ ശബ്ദം കേട്ടത് 3-4 ജില്ലകളിൽ ശബ്ദം കേട്ടു. ഇവിടെയെല്ലാം ഈ സീസ്മോഗ്രാഫ് ഉള്ളതാണോ? ഈ റിക്ടർ സ്കെയിൽ ഇത് രേഖപ്പെടുത്തപ്പെടുന്നതാണോ? യെസ്. ഇല്ല. ഇതിൽ വേദനാജനകമായ ഒരു സത്യം പറയാം. റിക്ടർ സ്കെയിൽ എന്ന് പറയുന്ന ഭൂകമ്പ മാപിനിയും സെയ്സ്മോഗ്രാഫും പാലക്കാട് ജില്ലയിൽ ഇല്ല. പാലക്കാട് ജില്ലയിൽ സ്ഥാപിക്കണമെന്ന് പാലക്കാട് ജില്ലയിലുള്ള ചിറ്റൂർ താലൂക്കിൽ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ബോർഡ് തീരുമാനിച്ച് നിവേദനം കൊടുത്തതാണ്. കാരണം പട്ടഞ്ചേരിയിൽ 2.1, 2.8 റിക്ടർ സ്കെയിലിൽ ഭൂകമ്പങ്ങൾ സംഭവിച്ചു. ഈ തുടർ ചലനങ്ങൾ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ വലിയ ഭൂകമ്പത്തിന് മുമ്പ് നമുക്കത് കണ്ടെത്താൻ കഴിയും, സാധിക്കുന്നതാണ്. വയനാട്ടിലോ കോഴിക്കോട്ടോ മലപ്പുറത്തോ തൃശ്ശൂരോ ഉണ്ടോ? മറ്റു ജില്ലകളിൽ ഈ സീസ്മോഗ്രാഫോ റിക്ടർ സ്കെയിലോ ഉണ്ടോ? ഇല്ല. പീച്ചി ഡാം തൃശ്ശൂർ ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ KFRIയിൽ ഒരു റിക്ടർ സ്കെയിൽ ഉണ്ട്. പക്ഷെ അതിന്റെ ദൂരപരിധി അത് ഗേദർ ചെയ്യാനുള്ള ദൂരത്തിലുള്ളതല്ല, പല സ്ഥലത്തും നടക്കുന്ന പ്രകമ്പനങ്ങൾ. കാരണം 0.5 റിക്ടർ ഭൂകമ്പത്തിന്റെ അളവ്, ഭൂകമ്പ മാപിനി റിക്ടർ സ്കെയിലിൽ 0.5, 1.2 ഒക്കെ രേഖപ്പെടുത്താറില്ല, ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. ഇപ്പോഴും വയനാട്ടിന്റെ മണ്ണിനുള്ളിൽ സംഭവിച്ച ആ പ്രകമ്പനങ്ങൾ തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെല്ലാം അനുഭവപ്പെട്ടു എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന പ്രകമ്പനങ്ങളാണ്. അതിന് പ്രഭവ കേന്ദ്രങ്ങൾ ഇല്ല. പക്ഷേ ഒരു റിക്ടർ സ്കെയിൽ അല്ലെങ്കിൽ സൈസ്മോഗ്രാഫ് ഈ 4 ജില്ലകളിലും ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതാണ്. കാരണം ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞാലാണ് അടുത്ത നടപടിക്ക് പോകാൻ പറ്റും. ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം തീരില്ല. കാരണം ഇവിടെ ഭൂമിക്കുള്ളിൽ ഇപ്പൊ 2 മാസം മുമ്പ് ഇവിടെ സംഭവിച്ചപ്പോ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദുരന്തം വന്നു എന്ന് പറയുന്നത് ഹ്യൂമൻ എററാണ്, മനുഷ്യന്റെ തെറ്റാണ്. പ്രകൃതിക്ക് പെട്ടെന്നൊരു സുപ്രഭാതം എന്ന് പറയുന്നത് 1 മാസമാകാം, 2 മാസമാകാം, 1 വർഷമാകാം. ഗ്രാജുവലി, ക്രമേണ ആ പ്രതിഭാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 124-ാം വർഷമാണ്. 1900, 1924 ഇപ്പൊ ഉരുൾപൊട്ടലിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പൊ കൃത്യമായി പറയേണ്ട, നിങ്ങൾ കേൾക്കേണ്ട ഒരു വിഷയമാണ് പറയേണ്ടത്, അത് കേൾക്കണം. നെല്ലിയാമ്പതിക്ക് നമ്മുടെ കേരളീയർ വന്ന ഒരു അനുഭവങ്ങൾ മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകും. പാവങ്ങളുടെ ഊട്ടിന്നൊക്കെ പറയും. നെല്ലിയാമ്പതിയുടെ പോത്തുണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്നും കൈകാട്ടി എന്ന് പറയുന്ന 18 കിലോമീറ്ററും ഒരു കെട്ടിടങ്ങളും ഇല്ല. അതാണ് മുൻകരുതൽ. കാരണം 1924 നവംബർ 8-ാം തീയതി വലിയ ഉരുൾപൊട്ടലുണ്ടായി. അതായത് തോട്ടം, തിരുക്കൊച്ചിയിൽ നിന്നും ആ സ്ഥലം ഏറ്റെടുത്ത് കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് തേയിലത്തോട്ടങ്ങൾ ഉണ്ടാക്കാനും റോഡ് ഇടാനും ദിണ്ടുക്കൽ, തിരുച്ചി, സേലം ആ പ്രദേശങ്ങളിലും 75,000 ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ 1000 പേർ മരിച്ചുപോയി ആ ഉരുൾപൊട്ടലിൽ. ഇപ്പോഴും ജനങ്ങളില്ലാത്തത് കൊണ്ടാണ് കഴിഞ്ഞ 5 വർഷത്തിൽ നെല്ലിയാമ്പതിയിൽ സംഭവിച്ച ഉരുൾപൊട്ടങ്ങൾ ജനവാസമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവിടെ ജനങ്ങൾ മരിക്കാത്തത്. അതുപോലെ മുൻകരുതൽ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പോത്തുണ്ടി ചെക്ക് പോസ്റ്റ് തൊട്ട് നെല്ലിയാമ്പതി മുകളിലുള്ളത് വരെ കെട്ടിടങ്ങളേ ഇല്ല. അവിടെയും കെട്ടിടങ്ങളൊക്കെ ചെയ്ത ചന്തമായിട്ടുണ്ടാകും, പക്ഷെ ചെയ്തിട്ടില്ല. ബ്രിട്ടീഷ് റൂൾ കൊണ്ടുവന്നു ആ സമയത്ത്. ഇവിടെ കെട്ടിടങ്ങൾ പാടില്ല, 90 ഡിഗ്രി ചരിവ്, 80 ഡിഗ്രി ചരിവ് പറഞ്ഞത്. അതുപോലെ വയനാടും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം മണ്ണിനുള്ളിൽ നടന്ന ഈ പ്രകമ്പനങ്ങൾ കൊണ്ട് ഇപ്പോ വയനാട്ടുകാർ പേടിക്കേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല. സംഭവിച്ചത് ഭൂകമ്പങ്ങളല്ല. പക്ഷേ വേറൊരു സ്ഥലത്ത് സംഭവിക്കാൻ പോകുന്ന ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ക് പെട്ടെന്നൊരു സുപ്രഭാതം ഇല്ല, പെട്ടെന്നൊരു സുപ്രഭാതം നമുക്കാണ്. ഇന്ന് രാവിലെ 6:05-നാണ് സൂര്യൻ ഉദിച്ചത്. നാളെ 6:10-നായിരിക്കാം, മറ്റന്നാൾ 5:55-നായിരിക്കാം. കുറച്ച് മുൻപിന്നായാലും സൂര്യൻ കൃത്യമായും തീർച്ചയായും ഉദിച്ചിരിക്കും. അതുപോലെയാണ് 2 മാസം മുമ്പ് പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോട്, തൃശൂർ ജില്ലയിലെ ചാവക്കാട്, കുന്നംകുളം, തൃശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇതെല്ലാം കുലുങ്ങിയതുപോലെ ഇന്ന് വയനാട്ടിൽ മണ്ണിന്റെ അടിയിൽ ആ പ്രകമ്പനങ്ങൾ, ട്രാവലിംഗ് ട്രമേഴ്സ്, ഒരു ചെതറൽ, അതായത് സഞ്ചരിക്കുന്ന ചലനങ്ങളെ ഇങ്ങനെ ട്രമേഴ്സ് അയച്ചുവിടുന്നത് പഴയ ഒരു പ്രഭവ കേന്ദ്രത്തെ ഉന്നം വെച്ചാണ്. ആ പഴയ പ്രഭവ കേന്ദ്രം പാലക്കാട് ജില്ലയുടെ ചിറ്റൂർ നല്ലേപ്പിള്ളിയാണ്. ഇത് പറയാൻ കാരണം സംയുക്ത പഠനമാണ് ഇവിടെ വേണ്ടത്. വയനാട് ജില്ല വേറെ, കോഴിക്കോട് ജില്ല വേറെ അല്ല. പ്രകൃതിക്ക് വയനാട് ജില്ല, കോഴിക്കോട് ജില്ല, പാലക്കാട് ജില്ല പറഞ്ഞ് വ്യത്യാസമില്ല. പ്രകൃതിക്ക് ഈ അതിരുകളില്ല. കോയമ്പത്തൂർ ജില്ല കൂടി ഉൾപ്പെടുത്തണം. ഡോക്ടർ ശരവണകുമാർ ഇന്ന് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണത്തെയാണ് വിമർശിക്കുന്നത്. ഇതേപോലെ ചെറിയ ട്രമറുകൾ സംഭവിക്കുന്നുണ്ട്. ഇന്ന് ഹൈക്കോടതി പറഞ്ഞ ഓരോ ജില്ലയും പ്രത്യേകം പഠിക്കണം എന്നാണ്, അതിനെയാണോ വിമർശിക്കുന്നത്? ഇല്ല, അതായത് പഠിക്കണം, പ്രത്യേകം ഓരോ ജില്ലയും പഠിക്കണം, ഒന്നിച്ചും പഠിക്കണം. ഇത് പറയാൻ കാരണം ബഹുമാനപ്പെട്ട മാധവ് ഗാഡ്ഗിൽ ആ റിപ്പോർട്ടൊക്കെ നിൽക്കട്ടെ. അതല്ലാതെ തന്നെ നമ്മുടെ കേരള സംസ്ഥാന സർക്കാർ
291 പേജുള്ള പാലക്കാട് ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു ജിയോ റിപ്പോർട്ടല്ല, ജിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് 2015. പ്രത്യേകം ഞങ്ങളുടെ പാലക്കാട് ജില്ലയ്ക്ക് കിട്ടിയ കളക്ടർമാരിൽ പലരും നല്ലപോലെ വർക്ക് ചെയ്ത കളക്ടർമാരാണ്. അദ്ദേഹം ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. രാമചന്ദ്രൻ സാർ കളക്ടർ ആയിരിക്കുന്ന സമയത്ത് 291 പേജുള്ള പുസ്തകത്തിൽ ഇവിടെ റിക്ടർ സ്കെയിലിൽ 6 മുതൽ 7 വരെ ഭൂകമ്പം സംഭവിക്കുമെന്നുള്ള ഡിക്ലറേഷനാണ്. ഒരു വർഷത്തിലുള്ള 12 മാസത്തിൽ ഏതേത് മാസം ഏതേത് ദുരന്തം വരുമെന്നുള്ള സീസണൽ ഹസാർഡ് കലണ്ടർ ജില്ലാ ഭരണകൂടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ. അത്രയും ഒരു നല്ല ജിയോ നമ്മുടെ കയ്യിലുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്തോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അതുപോലെ നമ്മുടെ ഹൈക്കോടതി പറഞ്ഞത് കൃത്യമായ വിഷയമാണ്. ഓരോ ജില്ലാ ഭരണകൂടവും ഒരു ജില്ലയിൽ വരുന്ന സീസണൽ ഹസാർഡ് കലണ്ടർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഏതേത് മാസം വരുമെന്ന്. അതെല്ലാം കൂടിയിട്ട് ജില്ലകളെല്ലാം കൂടിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഒന്നിപ്പിക്കണം, അപ്പോഴേ റിസൾട്ട് കിട്ടും. ശരി ഡോക്ടർ ശരവണകുമാർ. ശ്രീ പി യു ദാസ്, സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരുപാട് കാലമായി കേൾക്കുന്ന ഒരു പ്രതിഭാസമല്ല. കുറഞ്ഞ പക്ഷം മാധ്യമപ്രവർത്തകരെങ്കിലും കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായിട്ടുള്ളൂ. അത് കേരളത്തെ സംബന്ധിച്ച് ഒരു പുതിയ പ്രതിഭാസമായിട്ടാണ് പറയപ്പെടുന്നത്. മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം. ഈ സോയിൽ പൈപ്പിംഗ് എത്രമാത്രം അപകടകരമാണ് നമുക്കിപ്പോഴും അറിയില്ല. അതിൻ്റെ ഒരു സ്വഭാവം എന്താണ്, അത് എന്തിനൊക്കെ വഴിവെക്കും? ഇപ്പോൾ ശരവണകുമാർ പറയുന്നതനുസരിച്ച് അത് ഭൂകമ്പത്തിന് വരെ വഴിവെച്ചേക്കാം എന്നാണ് പറയുന്നത്. എന്താണ് അത് യഥാർത്ഥത്തിൽ ഈ സോയിൽ പൈപ്പിംഗ്? സോയിൽ പൈപ്പിങ്ങിനെ കുറിച്ച് പറയാം. അത് പ്രകൃതിയുടെ ക്യാൻസർ എന്നാണ് അറിയപ്പെടുന്നത്. പ്രകൃതിക്ക് സംഭവിക്കുന്ന ക്യാൻസർ. ഇപ്പോൾ ശരവണകുമാർ സാർ പറഞ്ഞത് അതിൻ്റെ ഏറ്റവും ഉയർന്ന തരം, ഒരു ഉയർന്ന റേറ്റിലേക്ക് വരുന്നതാണ്. അതായത് ഭൂകമ്പത്തിന് പോലും സാധ്യമാകാവുന്ന രൂപത്തിലുള്ള ഒരു പ്രതിഭാസം എന്നുള്ളത്. സോയിൽ പൈപ്പിന് ഉണ്ടാകുന്നതിനായിട്ട് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടുള്ളത് മണ്ണിൻ്റെ സ്വഭാവ സവിശേഷതകളാണ്. സോയിൽ ടെക്സ്ചർ എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. മണ്ണിൻ്റെ സംരചന എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള മണ്ണുണ്ട്. ക്ലേ, സിൽറ്റ്, സാൻഡ്. ഈ 3 വ്യത്യസ്തമായിട്ടുള്ള മണ്ണിൻ്റെ തരങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അംശബന്ധത്തിൽ, റേഷ്യോയിൽ കൂടിച്ചേരുന്നത്, അതിൻ്റെ ഒരു മിശ്രിതമാണ് സാധാരണയിൽ നമ്മൾ കാണുന്ന മണ്ണെന്ന് പറയുന്നത്. അതിനകത്ത് സ്റ്റോണിനെസ് ഉണ്ടായിരിക്കാം, കല്ലുണ്ടായിരിക്കാം, മറ്റ് ചരലുണ്ടായിരിക്കാം, ഇങ്ങനെ പലതും കൂടിച്ചേരും. ഇതിനകത്ത് ഇപ്പോൾ നല്ല ക്ലേ ആണ്, അതായത് വെള്ളം ഉള്ളിലേക്ക് ആഗിരണം ചെയ്യുന്ന റേറ്റ് കുറവാണെങ്കിലും ഉള്ളിലേക്ക് എടുത്ത വെള്ളത്തിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ശേഷി കളിമണ്ണിന് കുറച്ച് കൂടുതലാണ്, ക്ലേക്ക് കൂടുതലാണ്. അതേസമയത്ത് ഒരു മണലാണെങ്കിലോ മണലിന് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവും അതേസമയത്ത് ജലാഗിരണ ശേഷി കൂടുതലുമാണ്. അതിൽ നിന്ന് പെട്ടെന്ന് സ്വീപ്പ് ചെയ്തു പോകും. അപ്പോൾ മണൽ കൂടുതലുള്ള സ്ഥലങ്ങളിൽ സാധാരണഗതിയിൽ സോയിൽ പൈപ്പിങ്ങിൻ്റെ ലക്ഷണങ്ങൾ കാണാറില്ല. കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള മണ്ണുകളുള്ള, അതായത് ക്ലേയോ ബ്ലാക്ക് കോട്ടനോ അല്ലെങ്കിൽ ലാറ്ററൈറ്റോ തുടങ്ങിയിട്ടുള്ള മണ്ണുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള സോയിൽ പൈപ്പിങ്ങിൻ്റെ സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ മലയോര മേഖല ഈ മലയോര മേഖലയിൽ കൂടുതലായിട്ട് കാണുന്നത് കളിമണ്ണ് കലർന്ന റെഡ് എർത്താണ്, അല്ലെങ്കിൽ ലാറ്ററൈറ്റ് കലർന്ന റെഡ് എർത്താണ്. ഇതിനകത്തൊക്കെ നല്ല ചരലും അല്ലെങ്കിൽ തന്നെ ചെറിയ പെബിൾസ് ധാരാളം ഉണ്ട് തരും. അപ്പോൾ ഇതിനകത്ത് പൈപ്പിങ്ങിൻ്റെ സാധ്യത വരുന്നു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുമ്പോൾ നല്ലൊരു വനനശീകരണം വ്യാപകമായിട്ട് നടത്തപ്പെട്ടൊരു സ്ഥലം. ഇപ്പോൾ വയനാടിനാണെന്ന് വെച്ചാൽ വയനാടിൻ്റെ ഒരു പ്രത്യേകത, തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ 1800-കളുടെ അവസാനത്തിലും 1900-ൻ്റെ ആദ്യത്തിലുമായിട്ടാണ് ഏറ്റവും കൂടുതൽ വനനശീകരണം സമൂലമായിട്ട് നടത്തിയത്, കേരളത്തിൽ തന്നെ. അതിൽ വയനാട് ജില്ലയിലെ അതിർത്തി ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള, ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വനനശീകരണം നടത്തിയിട്ടുള്ളത്. ഈ വനനശീകരണം നടത്തിയിട്ട് വർഷങ്ങൾ കൊണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. അപ്പോൾ നമ്മളതിൻ്റെ മേൽഭാഗം മാത്രമേ മുറിച്ച് മാറ്റിയിട്ടുള്ളൂ. അതിൻ്റെ അടിഭാഗത്തെക്കുറിച്ച് നമ്മൾ യാതൊന്നും ചിന്തിക്കുന്നില്ല. ഭൂമിക്ക് അടിയിലുള്ള ഭാഗത്തെ സമയത്ത്, ഉപരിതലത്തിന് താഴെയുള്ള ഭാഗത്ത് ഇത്തരം വലിയ മരങ്ങളുടെ ഒക്കെ വേരുകളൊക്കെ തന്നെ പല വഴിക്കായി സഞ്ചരിച്ച് ഏതെങ്കിലും ജലസ്രോതസ്സുകളിലേക്ക് ലക്ഷ്യമിട്ട് പോയിട്ടുണ്ടായിരിക്കും. ഇത്തരം വേരുകൾ 10-50 വർഷങ്ങൾക്ക് ശേഷം എത്ര ഹാർഡായിട്ടുള്ള മരമാണെങ്കിലും വർഷങ്ങളെടുത്തുകൊണ്ട് അത് ദ്രവിച്ചു തീരും. ആ ദ്രവിക്കുന്ന വഴികൾ, ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സ്റ്റിഫ് ക്ലേയോ ബ്ലാക്ക് കോട്ടനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മൾ ലാറ്ററൈറ്റ് തുടങ്ങിയിട്ടുള്ള മണ്ണുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഈ വേര് പോയ വഴികൾ വേര് ദ്രവിച്ചതിന് ശേഷം ഒരു വലിയ മാളങ്ങളായിട്ട്, അല്ലെങ്കിൽ എലിമാളം പോലെയോ അല്ലെങ്കിൽ നമ്മൾ പറയും വോക്കം സ്പേസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത്തരം വോക്കം സ്പേസിലൂടെയാണ് ഉള്ളിലേക്ക് എടുക്കുന്ന വെള്ളം മുഴുവനായിട്ട് ആഗിരണം ചെയ്തെടുക്കുന്ന വെള്ളം മുഴുവൻ ഇതിനകത്തേക്ക് പ്രവേശിക്കുകയും ഇതിനകത്ത് കൂടെ നല്ല പ്രയാണം നടത്തുകയും ചെയ്യുന്നു.
ഇത് സാധാരണ ഏതെങ്കിലും തോടിലോ ഏതെങ്കിലും ജലാശയത്തിലോ ചെന്ന് ചേർന്നിട്ട് അവസാനിക്കുകയാണെങ്കിൽ, ഈ പൈപ്പിൻ്റെ അറ്റം ഒരു ജലാശയത്തിലാണെങ്കിൽ സംഭവിക്കുന്ന എന്താണ്, അതിൽ ഇത്തരം ജലാശയങ്ങൾക്കകത്ത് വെള്ളത്തിൻ്റെ ലെവൽ ഉയർന്നു വരുന്ന സമയത്ത് ഇത്തരം പൈപ്പുകളിലൂടെ റിവേഴ്സായിട്ട് തിരിച്ച് മലയടിവാരത്തിലേക്കോ മലമുകളിലേക്കോ ഒക്കെ ആയിട്ട് വെള്ളം കയറി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ തിരിച്ചും അങ്ങോട്ടൊഴുകലും ഇങ്ങോട്ട് കയറലുമായിട്ടുള്ള ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നു വരുന്ന സമയത്ത് ഈ മാളത്തിൻ്റെ സമീപ വശങ്ങൾ, അതായത് മുകൾ ഭാഗവും രണ്ട് വശങ്ങളൊക്കെ തന്നെ ദ്രവിച്ച് ഉതിർന്നു വീഴാനായിട്ടുള്ള സാധ്യത, മണ്ണിങ്ങനെ കുതിർന്ന് താഴേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇതേ സമയം തന്നെ ഇതിനകത്തുള്ള മണ്ണും പെബിള് പോലെയുള്ള അല്ലെങ്കിൽ ചരൽ പോലുള്ള ഇത് തമ്മിൽ ഡിസിൻറ്റഗ്രേഷൻ നടക്കും, വേർപെടൽ പ്രക്രിയ നടക്കും. അങ്ങനെ താഴെ ഈ പൈപ്പിൻ്റെ താഴ്ഭാഗം ഒരു പക്ഷേ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള സ്ട്രാറ്റമാണെങ്കിൽ, അതായത് റോക്കോ മറ്റല്ലെങ്കിൽ ലാറ്ററൈറ്റിൻ്റെ നല്ല സ്ട്രോങ് കട്ടിയുള്ള ബ്ലോക്കൊക്കെ ആണെന്ന് വെച്ചാൽ ഈ വീഴുന്ന പെബിളുകൾ ഇങ്ങനെ ഉരുണ്ട് നീങ്ങാൻ തുടങ്ങും. ക്രമേണ ഇങ്ങനെ കൂടുതൽ വെള്ളത്തിൻ്റെ പ്രയാണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഓവർ ബർഡൻ മുഴുവൻ, അതായത് മേലെ കാണുന്ന ഭാരം മുഴുവനും ഈ പൈപ്പിൻ്റെ മേൽഭാഗം മുഴുവനും കുതിർന്ന് ഇടിഞ്ഞ് താഴേക്ക് ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വീഴുകയാണ്. ആ ഉള്ളിലേക്ക് വീഴുന്നതിനെ ഇത്തരം പെബിളുകൾ ഉരുട്ടി കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ ഈ പാറയുടെ മുകളിൽ കൂടെയോ ലാറ്ററൈറ്റിൻ്റെ മുകളിൽ കൂടെയോ ഉരുട്ടി താഴേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ ആരംഭിക്കുന്നു. ഇതാണ് പൈപ്പിനകത്തുള്ള പൊട്ടലിൻ്റെ ആദ്യത്തെ ഘട്ടം ഉണ്ടാകുന്നത്. ഇതാണ് വലിയ മണ്ണിടിച്ചിലായിട്ട് മാറുന്നത്. ഇപ്പോൾ പുത്തുമലയൊക്കെ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ അതാണ്. പുത്തുമലയുടെ 2019 പുത്തുമലയുടെ ദുരന്തത്തിന് ശേഷമാണ് നമ്മൾ കേരളത്തിൽ മുഴുവനായിട്ട് ഇത്തരം സോയിൽ പൈപ്പിങ്ങിൻ്റെ ഒരു സാധ്യതയെ, അതിൻ്റെ ഒരു സ്ഥിതിയെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അതിനകത്ത് ഇപ്പോൾ നടക്കുന്ന വനനശീകരണം ഒരുപക്ഷെ 10-100 വർഷങ്ങൾക്ക് കൊണ്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുന്നത്. അതേസമയത്ത് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ തുടങ്ങിയിട്ടുള്ള വനനശീകരണത്തിൻ്റെ പരിണിതമായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത്തരം മലയോര കിഴക്കൻ ചെരിവുകളും വെസ്റ്റേൺ ഗാഡ്സിൽ പലയിടത്തും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ മോണോക്രോപ്പ് വിളകൾ പ്രത്യേകിച്ചും തേയില വ്യാപകമായി കൃഷി ചെയ്ത പ്രദേശങ്ങളിലാണോ ഈ പ്രതിഭാസം കൂടുതലായി കണ്ടുവരുന്നത്? അല്ലല്ല, അങ്ങനെ മാത്രം പറയാനായിട്ട് കാര്യം. മോണോക്രോപ്പിൻ്റെ പ്രശ്നമുണ്ട്. മോണോക്രോപ്പിൻ്റെ പ്രശ്നം കാരണം വെച്ചാൽ ഒരു വനപ്രദേശമാണെന്നുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഗുണം പല തട്ടിലുള്ള വേരുകളായിരിക്കും, പല ഡെപ്തിൽ പല ആഴത്തിൽ പോകുന്ന പല തരത്തിലുള്ള മരങ്ങളുടെ വേരുകളായിരിക്കും. അതിനകത്ത് നല്ല ഡീപ്പ് റൂട്ടഡായിട്ടുള്ള റൂട്ടഡായിട്ടുള്ളത് മരങ്ങളുണ്ടായിരിക്കും. ഒപ്പം തന്നെ നല്ല ബുഷസ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ പടർന്നു കയറുന്ന വേര് പടലങ്ങളുള്ളതുണ്ടായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുള്ള വേരുകളായിരിക്കും മണ്ണിലേക്ക് പടരുന്നത്. അത് സ്വാഭാവികമായിട്ടും മണ്ണിനെ കൂടുതൽ ബൈൻഡ് ചെയ്ത് നിർത്തും, കൂടുതൽ പിടിച്ചു നിർത്തും. അതേസമയത്ത് മോണോക്രോപ്പ് ആണെങ്കിൽ ഇപ്പോൾ റബ്ബറോ അല്ലെങ്കിൽ തേയിലയോ കാപ്പി മാത്രമാണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത ഡെപ്തിൽ മാത്രമേ അതിൻ്റെ വേരുകൾ പോകുകയുള്ളൂ. ആ ഡെപ്തിന് താഴേക്കുള്ള ഭാഗം എപ്പോഴും ദുർബലപ്പെട്ടിരിക്കും. ഇതൊരു റീപ്ലാന്റ് ചെയ്യുന്ന സമയത്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ റബ്ബറൊക്കെ ആണെന്ന് വെച്ചാൽ റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അപകടം കൂടുതൽ അപകട സാധ്യത കൂടുതലാണ്. തേയില റീപ്ലാന്റ് ചെയ്യുന്ന സമയത്തായിരിക്കും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവുക. ഇത്തരം അപകടങ്ങൾക്കുള്ള അല്ലെങ്കിൽ കൂടുതൽ ഭൂമിക്ക് നാശമുണ്ടാക്കാവുന്ന ഒരു പ്രക്രിയയിലേക്ക്, ഒരു പ്രവണതയിലേക്ക് ഈ കുന്നിൻ ചെരിവ് മാറുന്നൊരു സാഹചര്യം ഉണ്ടാവും. പശ്ചിമഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം പശ്ചിമഘട്ടത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളും അപകടകരമായിട്ടുള്ള സ്ഥിതിയിലാണ്. വളരെയധികം രൂക്ഷമായിട്ടുള്ള പൈപ്പിങ്ങുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ പൈപ്പൊക്കെ കാണുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിനകത്ത് അടുത്തുള്ള ഒരു തിരുമേനി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ തിരുമേനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ജീപ്പ് തന്നെ ഓടിച്ചു പോകാൻ കഴിയുന്ന വലിപ്പത്തിലുള്ള പൈപ്പുകളുണ്ടെന്നാണ് പറയുന്നത്. സസ്യൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയ കാര്യമാണത്. അത്ര വലിയ പൈപ്പുകൾ, വലിയ തുരങ്കങ്ങൾ. നാഷണൽ സെന്റർ ഫോർ എർത്ത് ആൻഡ് സ്റ്റഡീസ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി 2017 ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. 2017 പറഞ്ഞത്, അതായത് ഈ പുത്തുമല പെട്ടുമുടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് 2 വർഷം മുമ്പാണ്. അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ പോലുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ആളുകൾക്ക് നടന്നു പോകാവുന്ന ഗുഹ പോലുള്ള ഭാഗങ്ങൾ പോലും ഉണ്ടത്ര. ശരിയാണ്. ഇത് മാത്രമല്ല, 1970 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ഹൈലി സസെപ്റ്റബിൾ, മോഡറേറ്റ്ലി സസെപ്റ്റബിൾ, മിനിമം സസെപ്റ്റബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാപ്പുകളുണ്ട്. അതായത് ഉരുൾപൊട്ടൽ സാധ്യത വളരെ കൂടുതലുള്ളത്, ഒരു ശരാശരിയുള്ളത്,
വളരെ കുറവുള്ളത് എന്നുള്ള രൂപത്തിലൊക്കെ ഈ പശ്ചിമഘട്ട പ്രദേശത്തെ കേരളത്തിൻ്റെ മുഴുവൻ പ്രദേശത്തെ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് 1907 അല്ലെങ്കിൽ തോന്നുന്ന പല ഓഫീസുകളിലും ഇപ്പോഴും അത് ലഭ്യമായിരിക്കാം. വിശേഷിച്ച് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ അതുള്ളതാണ്. ഇവരൊക്കെ അടിസ്ഥാനമായിട്ട് നടത്തിയിട്ടുള്ള പഠനം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ വനത്തിൻ്റെ ഒരു സാന്ദ്രത, വൃക്ഷങ്ങളുടെ ഒരു സ്വഭാവം, അവിടെ മേൽച്ചാർത്തിൻ്റെ സ്വഭാവം, ഇത്തരം പൈപ്പിംഗ് പ്രതിഭാസത്തിൻ്റെ സാധ്യതകൾ, മണ്ണിൻ്റെ സ്വഭാവ സവിശേഷതകൾ, അവിടെ ലാൻഡ് സ്ലോപ്പ്, അവിടെ ലഭിക്കുന്ന മഴയുടെ തീവ്രത, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സിന് പ്രധാനമായിട്ടെന്ന് പറയുന്നത് നമ്മൾ പറയും CBET ഫാക്ടേഴ്സ് എന്നുള്ളതിലാണ് അതിന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. CBET ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ സി എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റാണ്. ക്ലൈമറ്റാണ് മുഖ്യ കാരണം. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് റെയിൻഫാൾ തന്നെ ഷോർട്ട് ഡ്യൂറേഷനകത്ത് അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് കേരളം അഭിമുഖീകരിക്കുന്ന മുഖ്യ പ്രശ്നം അതാണ്. ഇപ്പോൾ പുത്തുമല ഉണ്ടായ സമയത്ത് ആ പ്രദേശത്ത് ഒരു ദിവസം പെയ്തത് 510 മില്ലിമീറ്റർ മഴയാണ്. സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇന്ന് നമുക്കറിയാം നമ്മുടെ ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു ദിവസം പെയ്തത് 372 മില്ലിമീറ്റർ മഴയാണ് പെയ്തത് ഇവിടെ നമ്മുടെ മുണ്ടക്കൈയിലുണ്ടായിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഷോർട്ട് ഡ്യൂറേഷനകത്ത് അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കുന്നു. ഇത് വലിയൊരു മുഖ്യ പ്രശ്നമാണ്. രണ്ടാമത്തെ ഫാക്ടറായിട്ട് പറയുന്നത് ബയോട്ടിക് ഇഷ്യൂസാണ്. ബയോട്ടിക് ഫാക്ടറാണ്. CBET ഫാക്ടേഴ്സിൽ പറയുന്ന ബയോട്ടിക്കാണ്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റേതുൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളുടെയും ഇടപെടൽ, മാനുഷികമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ ജീവികളുടെ ഇടപെടൽ ഒരു പ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥ തകർക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ആ സാഹചര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം പരിശോധിക്കാൻ ഇപ്പോൾ മോണോക്രോപ്പ് അതിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാ ഇടപെടലുകളും മനുഷ്യൻ്റേതായിട്ടുള്ള ഇടപെടൽ. ഇപ്പോൾ നമ്മളുടെ സംസ്കാരം തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇടപെടൽ കൂടിയായിരിക്കാം. പക്ഷേ അതുണ്ടാക്കാവുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഓരോ സിവിലൈസേഷൻ്റെയും പതനത്തിൻ്റെ കാരണം മനുഷ്യൻ്റെ ഇടപെടൽ തന്നെയാണെന്ന് നമുക്ക് കാണാം. അതൊരു പക്ഷേ നമ്മളുടെ ജീവനോപാധിക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കാം. അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞില്ലെങ്കിലും ചില പ്രശ്നങ്ങളുണ്ട് താനോ എന്നുള്ളതാണ്. മൂന്നാമത്തെ പറയുന്നത് CBET ഫാക്ടേഴ്സിൽ ഈ പറയുന്ന എഡാഫി ഫാക്ടർ, മണ്ണിൻ്റെ സ്വഭാവ സവിശേഷതകൾ, മണ്ണിനുണ്ടുള്ള പ്രത്യേകതകൾ. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലേയും സിൽറ്റും അതുപോലെ തന്നെ സാൻഡും അതിൻ്റെ മിശ്രിതത്തിൽ വരുന്ന അംശബന്ധത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, അത് മണ്ണിൻ്റെ സ്വഭാവം, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, അത് സർഫസ് റൺ ഓഫ്, ഒരു പ്രദേശത്തു നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ്, ഇതൊക്കെ നിശ്ചയിക്കുന്നതിൽ മണ്ണിൻ്റെ സ്വഭാവം വലിയ ഘടകമാണ്. നാലാമത്തെ ഘടകമായിട്ട് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ ടോപ്പോഗ്രഫിയാണ്. ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്, ആ ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലോപ്പ്. നമുക്കറിയാം മുണ്ടക്കൈയിൽ അവിടുത്തെ സ്ലോപ്പ് വളരെ കൂടുതലായിരുന്നു. ചൂരൽമലയും ഈ പറയുന്ന മുണ്ടക്കയും തമ്മിൽ 1145 മീറ്ററിൻ്റെ ഉയരവ്യത്യാസമാണുള്ളത്. ചൂരൽമല അങ്ങാടിയും മുണ്ടക്കയുടെ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം 5 കിലോമീറ്റർ ദൂരത്തിനകത്തുള്ളത് ഉയരവ്യത്യാസം 1145 മീറ്ററാണ്. ഇത് സ്ലോപ്പ്, അതാണ് അതിൻ്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നത്. ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചത് ഈ പൈപ്പിംഗ് പോലുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ആഘാതം കാരണങ്ങൾ പലതായിരിക്കാം. പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കൂട്ടുന്നതിന് ഇത്തരം സ്ലോപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. അതിഥികളിലേക്ക് തിരികെ ശ്രീ ഷംസാദ് മരക്കാർ, ഇവിടെ PU ദാസും ശരവണകുമാറും മുന്നോട്ട് വയ്ക്കുന്നത് കുറേ ഗൗരവമുള്ള കാര്യങ്ങളാണ്. എൻ്റെ സംശയം, ഇപ്പോൾ പല വിധത്തിലുള്ള പഠനങ്ങൾ പല ഏജൻസികൾ നടത്തുന്നുണ്ട്, പലരും പല ഗൗരവമുള്ള കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വയനാട് ജില്ലയെ സംബന്ധിച്ച് നമ്മൾ കുറേ കൂടി ജാഗരൂകരായിരിക്കേണ്ട ഒരു സാഹചര്യം മുണ്ടക്കൈ നമുക്ക് തരുന്നുമുണ്ട്. ഇതിനൊക്കെ ഒരു ഏകീകൃത സ്വഭാവമുണ്ടോ? എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്? ഹസാർഡ് സോണുകൾ ഏതൊക്കെയാണ്? അവിടെയുള്ള മനുഷ്യർ ഈ മഴക്കാലത്ത് എങ്ങനെ താമസിക്കണം? ഇത്തരം കാര്യങ്ങളിൽ ഏകീകൃത സ്വഭാവത്തോടെ പ്രതികരിക്കാൻ കഴിയുന്നുണ്ടോ ഭരണകൂടത്തിന്? ഏകീകരണ സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അജിംസ് പറഞ്ഞതുപോലെ നമ്മൾ പുത്തുമലയ്ക്ക് ശേഷമെങ്കിലും, പുത്തുമല നമുക്ക് തന്ന വലിയ വാർണിംഗ് മെസ്സേജാണ്. പുത്തുമലയ്ക്ക് ശേഷമെങ്കിലും, പ്രളയവും പുത്തുമലയ്ക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പായി എടുത്തു എന്ന് പറയും. ഇപ്പോൾ നമ്മൾ അതിലെടുത്ത ഒരു കാര്യം റെഡ് സോൺ മാർക്ക് ചെയ്തതാണ്. റെഡ് സോണുകൾ നമ്മൾ മാർക്ക് ചെയ്തു. ആ റെഡ് സോണിന് ചുറ്റും 500 മീറ്റർ കൂടെ ബഫർ സോൺ കൂടെ ഉണ്ടാക്കി. അത് ജില്ലയുടെ DDM എടുത്തൊരു തീരുമാനമാണ്. അത് കുറച്ച് മുന്നേ എടുത്ത തീരുമാനമാണ്. അപ്പോൾ റെഡ് സോണിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു 500 മീറ്റർ ബഫർ സോൺ ഉണ്ടാക്കി. അപ്പം നിർഭാഗ്യവശാൽ കഴിഞ്ഞ മാസം ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായി, ഒരു കോറിയുടെ അനുമതിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അജിംസ് പറഞ്ഞ ഏകീകരണ സ്വഭാവം ഉണ്ടോ എന്ന് പറയാനുള്ള ഉദാഹരണമായി കൂട്ടിയാൽ മതി. ആ കോറിക്ക് അനുമതി പഞ്ചായത്ത് നൽകുന്നു, എല്ലാ പേപ്പറും ഉണ്ട്, പഞ്ചായത്ത് അനുമതി നൽകുന്നു. ഹൈക്കോടതി ഉത്തരവിൽ DDMAയിലേക്ക് പരാതി വരുന്നു. നമ്മൾ DDMA പരിശോധിക്കുമ്പോൾ ഇത് ബഫർ സോണിനകത്താണ് കോറി. സ്വാഭാവികമായി നമ്മളെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നു. കോറി ഉടമ ഹൈക്കോടതിയിലേക്ക് പോകുന്നു.
ഹൈക്കോടതിയിൽ നമ്മൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൊടുത്ത അഫിഡവിറ്റ് വയനാട് ജില്ലയിൽ ഇങ്ങനെ ഒരു ബഫർ സോൺ ഉണ്ടാക്കാൻ ഇവരെ ആരും നിശ്ചയിച്ചിട്ടില്ല, ഇവരിത് ഉണ്ടാക്കിയത് ശരിയല്ല, അതുകൊണ്ട് ആ ബഫർ സോൺ നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. ഹൈക്കോടതി വീണ്ടും ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചു ഇതിനകത്തൊരു അഭിപ്രായം പറയാം. ഇതേ അഭിപ്രായം ആവർത്തിച്ചു. ഫലത്തിൽ ആ ബഫർ സോൺ എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കിയ വർഷങ്ങളായി വയനാട് ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റത്തെ ഒരു കോറിയുടെ കേസിൽ ഇല്ലാതെയാക്കുന്ന ഒരു നടപടി ഉണ്ടായി. അപ്പോൾ ഇത് ഈ ഒരു മാസം കൊണ്ടുണ്ടായതാണ്. മുണ്ടക്കൈയുടെ ഒരു മാസം മുമ്പ് വയനാട്ടിൽ നടന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഏകീകരണ സ്വഭാവമില്ല. പക്ഷേ ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരുപാട് നിയമപരമായ പരിരക്ഷയുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്. അങ്ങനെ അത് അജിംസിന് കൃത്യമായി അറിയാം. നമ്മളെ വാളത്തൂർ മൂപ്പൈനാട് പഞ്ചായത്തിലെ വാളത്തൂർ റിപ്പൺ എന്ന് പറയുന്ന സ്ഥലത്താണ് വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് നിലവിൽ. ഇപ്പം നമ്മളിപ്പോൾ ഇതായതുകൊണ്ട് തുറക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതിന് ഈ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. ഇപ്പം നമുക്ക് 3 പഞ്ചായത്തുകളിൽ 2 നിലയുള്ള 8 മീറ്റർ കെട്ടിടങ്ങളെ നിർമ്മിക്കാൻ പാടുള്ളൂ. മറ്റുള്ള പഞ്ചായത്തിൽ 10 മീറ്ററുള്ള കെട്ടിടങ്ങളെ നിർമ്മിക്കാൻ പാടുള്ളൂ. മുനിസിപ്പാലിറ്റിയിൽ 15. അത് നമ്മളുടെ ഒരു നയമായിരുന്നു. ആ നയം ജനങ്ങളെ ബോധ്യപ്പെടുത്തി നമ്മളതിന് കൊണ്ടുവന്നു. അത് ജനങ്ങൾ കൺവിൻസ്ഡ് ആണ്. പക്ഷേ ചിലപ്പോഴും ചില തെറ്റുകൾ പറ്റാറുണ്ട്. കാരണം വയനാട്ടുകാരല്ലാത്ത ഇൻവെസ്റ്റേഴ്സ് വന്ന് ബിൽഡിങ്ങുകൾ കെട്ടുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം. ചില ആളുകൾ കോടതിയിൽ പോയി ഈ ലീഗലി സമ്പാദിക്കാമെന്നുള്ള അമിത ആത്മവിശ്വാസം ചെയ്യുന്നതൊക്കെയുള്ള തർക്കങ്ങളുണ്ട്. പക്ഷെ അത് കൺവിൻസ്ഡ് ആയി. പക്ഷെ അത് മാത്രമായിരുന്നില്ല. അതല്ലാതെ നമ്മളൊരു ഏകീകൃത സ്വഭാവത്തിലേക്ക് ഈ കെട്ടിട നിർമ്മാണ ചട്ടത്തിലുള്ള ഈ ഒരു DDMA ആക്ട് അല്ലാതെ നമ്മളൊരു വ്യാപകമായി വയനാട് ജില്ലയിലെ പല രീതിയിലുള്ള പ്രശ്നം. ഇപ്പോൾ നമ്മളിപ്പോൾ മുണ്ടക്കൈയെക്കുറിച്ച് പറയുന്നു, സോയിൽ പൈപ്പിങ്ങിനെ കുറിച്ച് പറയുന്നു, കുറച്ച് കഴിഞ്ഞാൽ വയനാട് വരൾച്ചയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്, വെള്ളമില്ലാത്ത സാഹചര്യം. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതിനൊരു ഡീറ്റെയിൽഡായ ഒരു പ്ലാൻ ഉണ്ടാവുകയും ഈ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുകയും ചെയ്യണം. കാരണം എതിർപ്പുകൾ സ്വാഭാവികമാവും, എതിർപ്പുകൾ ഉണ്ടാകും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നു. പക്ഷേ മനുഷ്യൻ്റെ ജീവനേക്കാൾ വലുതല്ല എതിർപ്പ് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയേ പറ്റുള്ളൂ. അനധികൃതമായ നിർമ്മാണങ്ങൾ, കുന്നിടിക്കൽ, കോറിയിങ്, അങ്ങനെയുള്ള സംഭവം ഒന്നും പൂർണ്ണമായി വേണ്ടെന്നല്ല. എവിടെയാണോ അത് നടത്താൻ പറ്റുന്ന സ്ഥലം അവിടെ അതെല്ലാം നടത്തട്ടെ. പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മളതിനെ മാറ്റുക തന്നെ ചെയ്യണം. ഇപ്പോൾ ദാസ് പറഞ്ഞ ഈ മുണ്ടക്കൈ പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് ഒരു കോറിയിങ്ങും ഇല്ല. ആ പഞ്ചായത്തിലെ കോറിയില്ല. അത് നല്ല കാര്യം തന്നെയാണ്, അവിടെ കോറിയൊന്നുമില്ല. പക്ഷേ അവിടെ സംഭവിച്ചു. പക്ഷേ ആ സംഭവിക്കുമ്പോൾ നമുക്കൊരു കൃത്യമായ വാർണിംഗ് കൊടുക്കാൻ നമ്മുടെ അടുത്തൊരു സിസ്റ്റമില്ല, ഒരു അലേർട്ട് കൊടുക്കാൻ നമ്മുടെ അടുത്ത് സിസ്റ്റമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സിസ്റ്റം നമുക്കുണ്ടാവണം. ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റണം. ആളുകളും ജനപ്രതിനിധികളും, അത് മന്ത്രിയും മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പർ വരെ എല്ലാ ജനങ്ങളും ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാവുക എന്നുള്ളതും ഒരു ഇവാക്യുവേഷൻ സ്വയമേവ നമുക്കെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു ദുരന്തം വരുന്ന സമയത്ത് ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് ആ ചർച്ച അവസാനിക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം. ബഹുമാനപ്പെട്ട കേശവേന്ദ്രകുമാർ കലക്ടറായിരുന്ന സമയത്താണ് ഈ ചെറിയ നിയന്ത്രണങ്ങളെങ്കിലും വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് വന്നവർ അതിനെ ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ആ നിയമമെങ്കിലും നിലവിൽ വയനാട്ടിൽ നിൽക്കുന്നത്. റെഡ് സോൺ പൂർണ്ണമായി നമ്മൾ ഒഴിച്ചിട്ടിട്ടാണ് വയനാട്ടിൽ നിൽക്കുന്നത്. അതിനൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ 500 മീറ്റർ ബഫർ സോൺ കൊണ്ടുവന്നത്. അത് നല്ല രീതിയിൽ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ ബഫർ സോൺ ആവശ്യമില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇത്രയും കാലം 4-5 കൊല്ലം ഈ ബഫർ സോൺ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയ ഞങ്ങൾ ആ പ്രൊട്ടക്ഷനിൽ നിന്ന് പുറത്തു പോവുകയും ഇനി അവിടെയെല്ലാം കൺസ്ട്രക്ഷനും കോറിയിങ്ങും ആരംഭിക്കാൻ എളുപ്പവുമാവുകയും ചെയ്യും. അപ്പോൾ റെഡ് സോണിനോട് ചേർന്ന് ഇനി കൺസ്ട്രക്ഷൻസ് വരും, അവിടെ കോറിയിങ് വരും. മറ്റേത് 500 മീറ്റർ കൂടി നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയ ബഫർ സോൺ എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള റെഡ് സോണിൽ നിന്ന് 500 മീറ്റർ, അതാണോ? അല്ല, ഉരുൾപൊട്ടൽ മാത്രമല്ല, നമ്മൾ ആ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രളയത്തിനും പുത്തുമലയ്ക്കും ഒക്കെ ശേഷം വയനാട്ടിലെ ചില മേഖലകൾ റെഡ് സോണായി മാർക്ക് ചെയ്തിട്ടുണ്ട്, ഹൈലി പ്രശ്നമുള്ള സ്ഥലങ്ങൾ എന്നുള്ള രീതിയിൽ. ആ റെഡ് സോണിൽ ഒരു കൺസ്ട്രക്ഷൻ നിലവിൽ അനുവദിക്കപ്പെടുന്നില്ല. അതുതന്നെയാണ് അതിന് ചുറ്റും ഒരു ബഫർ സോൺ എന്ന് പറയുന്നത് ആ ലാൻഡിനെ ഒന്നുകൂടിയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ജില്ലയിൽ നമ്മൾ എടുത്തൊരു തീരുമാനമാണ്. ആ ലാൻഡ് കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബഫർ സോൺ ഇടണം. എന്നാൽ അത്രയും ഭാഗം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത്, ആ ഒരു പ്രൊട്ടക്ഷനാണിപ്പോൾ നമ്മളെ ആളുകൾ കാരണം ഇല്ലാതെയായത് എന്നുള്ളതാണ്. അപ്പോൾ വൈത്തിരിയിലും ലക്കിടിയിലും അങ്ങനെ പല സ്ഥലത്തിൽ റെഡ് സോൺ ഉണ്ട്. അതിന് ചുറ്റും ഒരു ബഫർ സോൺ വരുമ്പോൾ അവിടെ വലിയ അനധികൃത കൺസ്ട്രക്ഷൻ, വീട് വയ്ക്കാം, ആ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ല. വലിയ കൺസ്ട്രക്ഷൻ, കോറി, അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ആ ബഫർ സോണിലും നമ്മൾ നിയന്ത്രിച്ച് വെച്ചിരുന്നു.
പക്ഷെ അത് ഈ ഹൈക്കോടതിയിൽ ഒരു ഉത്തരവ് വരുന്നതോടുകൂടി ഇനി ബഫർ സോൺ എന്ന് പറയുന്ന സംവിധാനമേ വയനാട്ടിൽ ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അഹിംസേർത്ത് ചോദിച്ച പോലെ ഏകീകരണം തുടങ്ങുമ്പോൾ ഒരു ജില്ലയും സംസ്ഥാനവും പഞ്ചായത്തും എല്ലാവരും ഉള്ള ഒരു ഏകീകരണമാണ് ഈ ജില്ലയ്ക്ക് ഇനി ആവശ്യമുള്ളത്. ശരി, ശ്രീ ശരവണകുമാർ, ഈ ക്വാറിയിങ് ആണ് ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നത്, ക്വാറിയിങ് ആണ് ഭൂചലനം ഉണ്ടാക്കുന്നത് എന്നൊക്കെ ചിലർ പറയുന്നത് ഞാൻ പറയുന്നതല്ല, മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമാണ്. ഒരു ക്വാറി പോലും ഇല്ലാത്ത മുണ്ടക്കയിലാണ് ഉരുൾപൊട്ടിയത്, പിന്നെ എല്ലാവരും ക്വാറിയിങ്ങിനെ കുറ്റം പറയുന്നതിനാണെന്ന് മുഖ്യമന്ത്രി തന്നെ ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ക്വാറിയിങ് ഈ തരത്തിലുള്ള പ്രാകൃതിക പ്രതിഭാസങ്ങൾക്ക് കാരണമാവുന്നുണ്ടോ? സോയിൽ പൈപ്പിംഗ്, അതുപോലെ ഉരുൾപൊട്ടൽ, ഭൂചലനം, ഇതിനൊക്കെ കാരണമാവുന്നുണ്ടോ? ആകുന്നുണ്ട്. പാലക്കാട് ചുരം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ക്വാറികളുള്ള ഒരു ജില്ലയാണ്. വേലിക്കല്ലിന് വേണ്ടിയിട്ടുള്ള ചെറിയ ക്വാറികൾ കൊണ്ടല്ല ഇങ്ങനെയുള്ള വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നത്. വൻകിട ക്വാറികളാണ്. ചെറിയ ക്വാറികൾ പല സ്ഥലത്തും ഉണ്ട്, കാലമായിട്ടുണ്ട്. അതുകൊണ്ടല്ല ഇത്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇപ്പൊ മുണ്ടക്കയിൽ ഒരു ക്വാറിയുമില്ല, ക്വാറി കാരണമല്ല അവിടെ ഇത് സംഭവിച്ചത് എന്ന് പറയുന്നതിൽ വേദനാജനകമായ സത്യമുണ്ട്. മുണ്ടക്കൈ പറഞ്ഞ ഒരു സ്ഥലം മാത്രമല്ല, അത് ഗ്രാമപഞ്ചായത്തായിരിക്കാം, MLA നിയോജക മണ്ഡലമായിരിക്കാം, ജില്ലയായിരിക്കാം. പ്രകൃതിക്ക് ഈ സംസ്ഥാന ഭാഷ പഞ്ചായത്ത് നിയോജക മണ്ഡലം അതിർത്തി തടസ്സമല്ല. ഇതൊരു സാമാന്യ അറിവാണ്. മുണ്ടക്കയത്തിൽ നിന്നും 15 കിലോമീറ്റർ ദൂരത്തിലുള്ള വൻകിട ക്വാറി കൊണ്ട് ഇവിടെ ഉരുൾപൊട്ടിയിരിക്കാം. ഇന്ന് അതിന് വലിയൊരു പ്രകൃതി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വയനാട്ടിന്റെ താഴോട്ടുള്ള വാക്വം, ഖാലി സ്ഥലം പ്രകമ്പനം ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പ്രകമ്പനത്തിന്റെ പ്രത്യാഘാതം തൃശ്ശൂരും കോഴിക്കോടും മലപ്പുറവും പാലക്കാടും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ പ്രകൃതിക്ക് ഈ പഞ്ചായത്ത് അതിർത്തികൾ, നിയമസഭാ അതിർത്തികൾ ഒന്നും തടസ്സമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഭൂഗർഭജലം ഇല്ലാതാകുന്നത് വലിയ സംഭവമാണ്. ക്വാറികൾ അതിന് വഴിവെക്കുന്നു. ഇപ്പോ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂഗർഭജലം ചൂഷണം ചെയ്യപ്പെട്ട് ഹൈലി ഓവർ എക്സ്പ്ലോയിറ്റഡ് റെഡ് ബെൽറ്റ് ആണ് ചിറ്റൂർ ബ്ലോക്ക്. പാലക്കാട് ജില്ലയിലുള്ള 7 താലൂക്കുകളിൽ 5 താലൂക്കുകളും ഫ്ലോ മീറ്റർ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് സർക്കാർ. ഒരു ദിവസം 2000 ലിറ്റർ 2500 ലിറ്റർ മാത്രമേ ഭൂഗർഭജലം എടുക്കാൻ പാടുള്ളൂ എന്നുള്ള ഫ്ലോ മീറ്റർ 7 മാസം മുമ്പ് സംസ്ഥാന സർക്കാർ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലുള്ള 5 താലൂക്കിൽ ഭൂഗർഭജലം ഇല്ലാതാകുമ്പോൾ താഴോട്ട് വാക്വമാണ്, കാലിയാണ്. മണ്ണിന്റെ അടിയിൽ കാലിയാണെങ്കിൽ അത് ഫിൽ ചെയ്യപ്പെടണം, റീഫിൽ ചെയ്യപ്പെടണം. വെള്ളം കൊണ്ടോ മണ്ണ് കൊണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അണ്ടർഗ്രൗണ്ട് ആണ്. ചെയ്യപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പൊടോൺ ഇറങ്ങും. അതാണ് ഷോക്ക്, അതാണ് എർത്ത്, അതാണ് ലാൻഡ് സ്ലൈഡ്. അത് ചിറ്റൂരിൽ തന്നെ സംഭവിക്കണം എന്നില്ല. പ്രകൃതിയുടെ ഇന്റർലിങ്ക്ഡ് കണക്ഷൻസ് ആണ്. ചിറ്റൂരിലുള്ള ഒരു ഭാരതപ്പുഴയുടെ ഒരു കൈവരിപ്പുഴ ഫ്രാക്ചർ ലൈനാണ്. അത് മണ്ണാർക്കാടിന്റെ അങ്ങോട്ടുള്ള തൂതപ്പുഴയോട് കണക്റ്റഡ് ആണ്. തൂതപ്പുഴ ചാലിയാർ പുഴയോട് കണക്റ്റഡ് ആണ്. പുഴ എന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ ലൈൻസ് ആണ്. 2 ബ്ലോക്ക് ഓഫ് ലാൻഡിന്റെ ഫ്രാക്ചർ ലൈനാണ്. ഇവിടെ നോണ്ടുമ്പോ ബ്ലോക്ക് ഷിവറിംഗ് ആകും. അതുപോലെ വൻകിട ക്വാറികൾ, നിങ്ങൾ വൻകിട ക്വാറികൾ പറയുമ്പോൾ ഉൾക്കൊള്ളണം. കേരളത്തിലുള്ള 14 ജില്ലകളിലും ക്വാറി സമരസമിതികളുണ്ട്. അവർ ജീവിതം തന്നെ ക്വാറിക്കെതിരെ സമരം ചെയ്ത് നടക്കുന്ന ജനങ്ങളുണ്ട്. നമ്മൾ സ്ഥലം സന്ദർശിച്ച് കാണാറുണ്ട്. ഏറ്റവും വലിയ ക്വാറികൾ ഉണ്ടായിരുന്നത് മുതലമടയിലായിരുന്നു. ഇപ്പൊ കൊഴിഞ്ഞാമ്പറയടക്കം ക്വാറികൾ പൊട്ടിക്കാൻ കാരണം ഇപ്പോ നമ്മുടെ മഹത് വ്യക്തി, നമ്മുടെ മഹാത്മാഗാന്ധി ദേശപിതാവ് പറഞ്ഞ ഒരു വാക്ക് പ്രസക്തിയേറുന്നു. പ്രകൃതി മനുഷ്യന്റെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കാനാണ്, ആർത്തിയെ അല്ല. ഇവിടെ ജനങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലേ ഇവിടെ വികസനത്തിന്റെ ആവശ്യം. ഇത്രയും വൻകിട ക്വാറികൾ ഇപ്പൊ തമിഴ്നാട് സർക്കാരിനും ജനങ്ങൾക്കും നമ്മുടെ മുകളിൽ ഒരു ദേഷ്യമുണ്ട്. കാരണം കോയമ്പത്തൂർ ജില്ലയും കന്യാകുമാരി ജില്ലയും മുഴുവനും പൊട്ടിച്ച് നമ്മൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അവരുടെ കംപ്ലൈന്റ്. ആണ് അവിടെ പൊട്ടിച്ചത് പോരാ പറഞ്ഞ് നമ്മുടെ 14 ജില്ലകളിലും ജീവിക്കാൻ പറ്റാത്തത്രയ്ക്കും പൊട്ടിക്കുന്നത് ശരിയല്ല. കാരണം ഇവിടെ ജനങ്ങളുടെ ജീവന സുരക്ഷിതമാണ് ആദ്യം. ക്വാറി കൊണ്ട് ഭൂകമ്പങ്ങളും സുനാമികളും ഉരുൾപൊട്ടലുകളും വരില്ല. മുണ്ടക്കൈ പഞ്ചായത്തില് ഒരു ക്വാറിയുമില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് പ്രായത്തിലും അനുഭവത്തിലും വലിയ ആളാണ് അദ്ദേഹം. പക്ഷെ അത് തെറ്റാണ്. പ്രകൃതിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ അല്ല പഞ്ചായത്ത് അതിർത്തിയോ ഒന്നുമില്ല. മുണ്ടക്കൈ സ്ഥലത്ത് നിന്നും ചുറ്റുപാട് കുറഞ്ഞത് 60 ചതുരശ്ര കിലോമീറ്ററിൽ ഒരു വൻകിട ക്വാറി ഉണ്ടെങ്കിൽ പോലും മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടാൻ സാധ്യം. അത് വഴിവെക്കും, ഹേതുവാണ്. അത് പശ്ചിമഘട്ടം മുഴുവനും സഞ്ചരിച്ചാൽ അത് കണ്ടുണരാൻ കഴിയും. വാക്കുകൾ കൊണ്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഉണരാൻ കഴിയും. പല വിഷയങ്ങളും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ ആശങ്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയണം.
കാരണം എന്തുകൊണ്ട് മരിച്ചു എന്ന് പോലും അറിയാതെ വയനാട്ടിൽ ഇപ്പൊ മരിച്ചുപോയ 500-ൽ പരം ജനങ്ങൾക്ക് അവർ നമുക്കൊരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കെല്ലാം വിശ്വാസമുണ്ട് മുകളിൽ പോയി അവർ നമ്മളെ കാണുമെന്ന്. അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ ആ സന്ദേശം പഠിക്കേണ്ടതുണ്ട്, ആ തെറ്റുകൾ തിരുത്തേണ്ടതുണ്ട്. ഞാൻ തെറ്റ് ചെയ്ത തെറ്റെന്ന് സമ്മതിക്കുകയും ഇന്നൊരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റെന്ന് ചൂണ്ടിക്കാട്ടുന്നതുമാണ് വിദ്യാഭ്യാസം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിച്ച ആ ചോദ്യം, പാലക്കാട് ജില്ലയും ഇടുക്കി ജില്ലയും ഏറ്റവും വലിയ ക്വാറികളുള്ള സ്ഥലങ്ങളാണ്, ജില്ലകളാണ്. വൻകിട ക്വാറികൾ. ഇത് വളരെ ശ്രദ്ധിച്ചു നോക്കണം. ചെറിയ ക്വാറികളല്ല, വേലിക്കല്ലിന് വേണ്ടി ചെറിയ പല ക്വാറികളുണ്ട്. അതിനിപ്പോ ഒരു പ്രശ്നവുമില്ല, കാലകാലമായിട്ട് പരമ്പരാഗതമായിട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. വൻകിട ക്വാറികൾ എന്ന് വെച്ചാൽ 400 ഏക്കറും 120 അടി ആഴവുമാണ്. ഇവിടെ നിങ്ങൾ അന്തം വിടും. അതായത് ശരിക്കും പറഞ്ഞാൽ ഗായത്രി പുഴ പറഞ്ഞ ഭാരതപ്പുഴയുടെ ഒരു കൈവരി പുഴയുണ്ട്. അതിന്റെ പോഷക നദികളാണ് പുങ്ങങ്കണ്ടിപ്പുഴ, പുളിയങ്കണ്ടിപ്പുഴ. ഈ 2 പുഴകളെക്കാളും 120 അടി ആഴത്തിലാണ് വമ്പൻ ക്വാറിയാണ് മുതലമടയിൽ, പാലക്കാട് ജില്ലയിൽ. ഇതുപോലെ ഓരോ ജില്ലയിലും വൻകിട ക്വാറികൾ. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ 100 വർഷമായി പീരീഡ് ഓഫ് ടൈം നമ്മ ആ കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ചുരം തന്നെ പല വിദ്യാഭ്യാസ കേരളീയരും മനസ്സിലാക്കേണ്ടത്, പാലക്കാട് ചുരം തന്നെ താമരശ്ശേരി ചുരം പോലെയോ വയനാട് ചുരം പോലെയോ ഒരു റോഡോ ചന്തോ അല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് ജില്ല 2ാം സ്ഥാനത്താണ്. ജില്ലയുടെ 95% ഭൂപ്രദേശവും ചുരത്തിന്റെ ഉള്ളിലാണ്. തെക്ക് നെല്ലിയാമ്പതി, വടക്ക് വാളയാർ. വടക്ക് വാളയാർ എന്ന് പറഞ്ഞാൽ അട്ടപ്പാടി കഴിഞ്ഞാൽ വയനാടാണ്, സൈലന്റ് വാലിയാണ്. അപ്പൊ ഇവിടെയുള്ള ഒരു വൻകിട ക്വാറി അത് ആ പഞ്ചായത്തിലാണ്, അത് ആ താലൂക്കിലാണ് എന്ന് പറയുന്നത് ശരിയല്ല. പ്രകൃതി ദുരന്തങ്ങൾക്ക് സംസ്ഥാന, ദേശ, ഭാഷ, പഞ്ചായത്ത്, നിയമസഭ മണ്ഡലങ്ങൾ അതിർത്തി ഇല്ല. അത് ഉൾക്കൊള്ളണം. പിന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ വൻകിട ക്വാറികളിൽ ക്വാറി ഇപ്പോഴും നമ്മുടെ ഹൈക്കോടതികളും സുപ്രീം കോടതി നിയമമുണ്ടല്ലോ, 6 മീറ്ററിൽ കൂടുതൽ കുഴിക്കാൻ പാടില്ല. അങ്ങനെ കുടിച്ചാൽ അത് പൂർവ്വസ്ഥിതിയിൽ മൂടിക്കൊടുക്കണം. അങ്ങനെയാണ് ഒരു ക്വാറിക്ക് അനുമതി കൊടുക്കുന്നത്. ഗ്രീൻ ട്രിബ്യൂണൽ, ഹരിത ട്രിബ്യൂണൽ കേസിന് പോയി വിജയിച്ചവരാണ് നമ്മൾ മുതലമട വൻകിട ക്വാറികൾക്കെതിരെ. എന്ന് വെച്ചാൽ കോടതികളും ജനങ്ങളുടെ സുരക്ഷയാണ് ആദ്യം പറയുന്നത്. ജനങ്ങളുടെ സുരക്ഷത വിട്ട് വേറൊരു വിഷയങ്ങളൊന്നും പറയുന്നില്ല. നമ്മളത് വ്യാഖ്യാനിക്കുന്നത് വേറെ പോലെയാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് നമുക്ക് ആവശ്യം ജനങ്ങളുടെ സുരക്ഷിതത്വം, ജനങ്ങളുടെ ജീവനാണ് ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടത് ഫസ്റ്റ്. അതിന് ശേഷമല്ലേ ജനങ്ങൾ ഉണ്ടെങ്കിലല്ലേ അവിടെ വികസനം. പിന്നെ കൃത്യമായി ഇപ്പൊ ഞാൻ ഉൾപ്പെടെ 23 വർഷമായിട്ട് ഈ ഭൂകമ്പത്തിന്റെ റിസർച്ചിന്റെ ബാക്കിലാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഏത് ഡേറ്റിൽ, ഈ പർട്ടിക്കുലർ ഡേറ്റിൽ ഈ സമയത്ത് ഭൂകമ്പം വരാൻ പോകുന്നു എന്ന് പ്രവചിക്കലല്ല. പ്രവചനം എന്നുള്ള വാക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യണം. പ്രിഡിക്ഷൻ അല്ല, വാർണിംഗ് ആണ്. ഓൺ ദി ബേസിസ് ഓഫ് സയൻസ്, ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ. അത് നമുക്ക് ഉണ്ട്. അത്തരമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഓരോ ജില്ലയിലും റിക്ടർ സ്കെയിൽ എന്ന് പറയുന്ന ഭൂകമ്പ മാപിനിയും പ്രത്യേകം സെയ്സ്മോഗ്രാഫും വളരെ തുച്ഛമായ വിലയേ ഉള്ളൂ. നമ്മുടെ ജില്ലയിൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യം തീരുന്നില്ല. അതായത് ഇപ്പൊ പാലക്കാട് ജില്ലയിൽ റിക്ടർ സ്കെയിൽ ഇൻസ്റ്റാൾ ചെയ്യണം പറഞ്ഞ് ഒരു ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പ്രമേയം പാസാക്കി ജില്ലാ ഭരണകൂടത്തിന് 2021 ഒക്ടോബർ മാസം 21-ാം തീയതി സബ്മിറ്റ് ചെയ്തു. 4 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഈ സെക്കൻഡ് വരെ മാസം മാസം വികസന സമിതി നടക്കുന്നുണ്ട്. ഒരു റിക്ടർ സ്കെയിൽ, അതായത് വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു റിക്ടർ സ്കെയിൽ ഇൻസ്റ്റാൾ ചെയ്ത സെയ്സ്മോഗ്രാഫിൽ ഈ ചലനങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യപ്പെടും. ചെയ്തിട്ടില്ല ഈ സെക്കൻഡ് വരെ, 4 വർഷം കഴിഞ്ഞു. എന്ന് വെച്ചാൽ റിക്ടർ സ്കെയിൽ ഇൻസ്റ്റാൾ ചെയ്താൽ, സെയ്സ്മോഗ്രാഫ് ഒരു ജില്ലയിൽ ഇൻസ്റ്റാൾ ചെയ്താൽ 4 മാടിക്ക് കൂടുതൽ കെട്ടിടം കെട്ടാൻ പാടില്ല. അതാണ് ലോക നിയമങ്ങൾ. വൻകിട ക്വാറികൾ പാടില്ല. 6 മീറ്ററിൽ കൂടുതൽ കുഴിക്കാൻ പാടില്ല. ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല പറഞ്ഞത് ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുകയാണ്. വേദനാജനകമായ സത്യമാണ്. ജനങ്ങളുടെ ജീവന സംരക്ഷണം എന്നുള്ളത് ഇവിടെ രണ്ടാമത് വെക്കുന്നു എന്നുള്ള നഗ്നമായ സത്യം നമ്മൾ ഉൾക്കൊള്ളണം. ശരി, ശ്രീ പിയുദാസ്, ഈ ക്വാറികൾ യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് തെളിവ് നമുക്ക് മുമ്പിൽ ഇല്ല. പക്ഷേ ഉണ്ടെന്ന് സീസ്മോളജിസ്റ്റായ ശരവണകുമാർ പറയുന്നു. ക്വാറികൾ ഈ സോയിൽ പൈപ്പിങ്ങിന് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ? ക്വാറികൾ ഇത്തരം ഉരുൾപൊട്ടലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടർ ആവുന്നു എന്നുള്ള കാര്യം വളരെ യാഥാർത്ഥ്യമാണ്. ട്രിഗറിങ് ഒരു ട്രിഗറാണത്. അതൊരു കാഞ്ചി വലിക്കുന്നത് പോലെയുള്ള ഒരു ട്രിഗറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഈ ഏരിയ ബന്ധമൊക്കെ എത്ര 60 സ്ക്വയർ കിലോമീറ്ററിനകത്ത് പോലും ഉണ്ടെങ്കിൽ അത് സ്വാധീനം ചെലുത്തും എന്നുള്ള രൂപത്തിലൊക്കെയുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതൊരു ഇത്തരത്തിലുള്ള ഒരു പൈപ്പിംഗ് പ്രതിഭാസത്തെ ബാധിക്കാവുന്ന രൂപത്തിൽ ഡയറക്റ്റായിട്ട് തന്നെ അതിനെ സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മണ്ണിനകത്തുള്ള ഈ പൈപ്പുകളുടെ എക്സിസ്റ്റൻസ്
സ്വാഭാവികമായിട്ട് ഇത്തരം ക്വാറികളുടെ ബ്ലാസ്റ്റിങ്ങിൻ്റെ റേറ്റിനനുസരിച്ചിരിക്കും. അതിനോട് ചേർന്നിട്ടുള്ള കുന്നുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് ദൂരത്തിലല്ല, അതിനോട് ചേർന്നിട്ട് വരുന്ന ഡയറക്റ്റ് സ്വാധീനം ചെലുത്തും. അപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാവുന്ന പ്രകമ്പനമുണ്ട്. ആ പ്രകമ്പനത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായും ഇത്തരം പൈപ്പുകൾ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടി വീഴുന്നതിനോ പൈപ്പുകൾ തകർന്നു വീഴുന്നതിനോ അത് കൂടുതലായിട്ട് മണ്ണിടിച്ചിലിന് കാരണമാകാവുന്ന രൂപത്തിലുള്ള ട്രിഗേഴ്സായി മാറാറുണ്ട്. അതാണ് ക്രമേണ അത് നേരിട്ട് ആഘാതത്തിൻ്റെ പ്രകമ്പനം എത്താവുന്ന സ്ഥലങ്ങളിൽ ഭാവിയിൽ സ്ലോപ്പും കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ചെറിയ മണ്ണിടിച്ചിൽ ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ മണ്ണിടിച്ചിൽ പിന്നീട് അത് ഉരുൾപൊട്ടലായി മാറുന്നു, പിന്നീട് അത് എന്താണ് ഭൂചലനമായി മാറിയേക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു തരത്തിൽ ഞാൻ ചോദിക്കട്ടെ ദാസ്, നിങ്ങളിപ്പോൾ എത്രയോ നാളായിട്ട് വയനാട്ടിലെ മണ്ണിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഈ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, നിങ്ങൾ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും. ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായൊരു ദിവസം ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജീവനക്കാരനോട് എന്നോട് സംസാരിക്കാനിടയായി. വളരെ വ്യക്തിപരമായിട്ട് ഒരാഴ്ചയായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ദുരന്തം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പറയുന്നത്. ഞങ്ങളൊക്കെ വളരെ കൃത്യമായി റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട് മുകളിലേക്ക്, അതുപോലെ നിങ്ങളും കൊടുക്കുന്നുണ്ടാവും. ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇതിലൊരു തീരുമാനമെടുക്കുന്ന ആളില്ല, അല്ലെങ്കിൽ ഈ ഡിസിഷൻ മേക്കിങ്ങിന് ആളില്ല എന്ന് തോന്നൽ, ആ ഡിസിഷൻ എടുക്കപ്പെടുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളിൽ? ഞാൻ ഉരുൾപൊട്ടലിനെ കുറിച്ചല്ല പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ. അത്തരത്തിലൊരു ഫീലിംഗ് എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ സോയിൽ കൺസർവേഷൻ്റെ ജില്ലാ ഓഫീസർ എന്നുള്ള രൂപത്തിൽ ഞാൻ റിട്ടയർ ചെയ്തിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ്, വയനാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്താണ് കുറിച്ചിർമലയുടെ ഉരുൾപൊട്ടലുണ്ടാവുന്നതും അതുപോലെ തന്നെ പുത്തുമല ഉരുൾപൊട്ടലുണ്ടാവുന്നതും 2020 മുണ്ടക്കയിൽ ഒരു ചെറിയ ഉരുൾപൊട്ടലുണ്ടാവുന്നു. ഇതേ സമയത്തൊക്കെ തന്നെ അന്ന് കുറിച്ചിർമല ഉരുൾപൊട്ടൽ കുറേ വർഷങ്ങൾക്ക് ശേഷം, വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ളൊരു ഉരുൾപൊട്ടലാണ്. അതായത് 92 അതിന് മുൻപ് നമുക്കൊരു ഉരുൾപൊട്ടൽ, വയനാട് ജില്ലയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായത് കാപ്പിക്കുളത്താണ്. ആ 92 ശേഷം നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വലിയൊരു ആഘാതം എന്നുള്ള രൂപത്തിൽ കുറിച്ചിർമലയിലും അതുപോലെ തന്നെ മക്കിമല, മാനന്തവാടിയിലുള്ള മക്കിമലയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടാകുന്നത്. ഈ കാലഘട്ടത്തിലെ 2018 മുതലാണ് ഇതിനെക്കുറിച്ച് വളരെയധികം അലർട്ട് ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നതിനായിട്ടും കൂടുതലായിട്ട് ഇടപെടുന്നതിനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഞങ്ങളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ട്രിഗർ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രാദേശിക മഴ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ, അതായത് DDMA നിർദ്ദേശവും അവരുടെ അംഗീകാരവും അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ DDMA എന്ന് പറഞ്ഞാൽ കളക്ടറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നത്. ഇവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പ്രാദേശികമായിട്ടുള്ള സ്ഥലത്തുനിന്നും മഴയുടെ വിവരശേഖരണം നടത്താൻ തുടങ്ങി. 2019 അതായത് 2019 പുത്തുമല ദുരന്തം ഉണ്ടാകുന്നത്. അതിന് ശേഷമാണ് അത് ആരംഭിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത്. 2020 തൊട്ടാണ്. അങ്ങനെ ഓരോ പ്രദേശത്തെ ഏകദേശം ഞങ്ങളന്ന് 2020 ഞാനത് ആരംഭിക്കുന്ന സമയത്ത് ഏകദേശം 75ഓളം സ്ഥലങ്ങളിൽ നിന്നാണ് മഴയുടെ പ്രാദേശിക മഴ വിവരശേഖരണം നടത്തിയത്. അതിനു മുൻപ് ജില്ലയിലാകെ 3 കേന്ദ്രങ്ങളിൽ മാത്രമേ മഴ വിവരശേഖരണം നടത്തിയിരുന്നുള്ളൂ. ഒന്ന് അമ്പലവയൽ, മാനന്തവാടി, ബത്തേരി, വൈത്തിരി, ഇവിടെ മാത്രമേ മഴ വിവരശേഖരം എടുത്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നത്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമായിരുന്നില്ല. കാരണം ഞങ്ങൾക്കൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതെന്ന് വെച്ചാൽ വയനാട് ജില്ലയിൽ 4 തരത്തിലുള്ള മഴയുടെ സ്വഭാവമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അതിർത്തി ഉയർന്ന കുന്നുകളുള്ള ഏകദേശം ഏറ്റവും ഉയർന്ന 2240 മീറ്റർ ഉയരമുള്ള വെള്ളരിമല, 2068 മീറ്ററുള്ള ചേമ്പ്രമല, അത് അങ്ങോട്ട് ഏകദേശം 2059 മീറ്ററുള്ള ബാണാസുരമല തുടങ്ങിയിട്ടുള്ള ഉയർന്ന കുന്നുകളുണ്ട്. അതിർത്തി പ്രദേശങ്ങളാണ് ഇതൊക്കെ. ഈ അതിർത്തി മലനിരകളൊക്കെ കിട്ടുന്ന ഒരു വർഷം കിട്ടുന്ന ശരാശരി മഴ എന്ന് പറഞ്ഞാൽ ഏകദേശം 4500 മില്ലിമീറ്ററാണ്. അതേസമയത്ത് കുറച്ചും കൂടി നിരന്ന പ്രദേശമായിട്ടുള്ള മീനങ്ങാടി, മുട്ടിൽ തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള പഞ്ചായത്ത് പ്രദേശങ്ങൾ അത് ഏകദേശം 2800-3000 റേഞ്ചിലേക്ക് മാറാണ്. തുടർന്ന് അത് സുൽത്താൻ ബത്തേരി, പൂതാടി പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ, അതായത് വയനാട് ജില്ലയുടെ തെക്ക് പടിഞ്ഞാറ് അതിർത്തിയിൽ നിന്നും വടക്ക് കിഴക്കേ അതിർത്തിയിലേക്ക് നീങ്ങും തോറും മഴയുടെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്.
അതായത് മുള്ളംകൊല്ലിയാണ് ഏറ്റവും വടക്ക് കിഴക്കേ അതിർത്തിയിൽ കിടക്കുന്ന പഞ്ചായത്ത്. മുള്ളംകൊല്ലി, പുൽപ്പള്ളി, അതുപോലെ തന്നെ തിരുനെല്ലി പഞ്ചായത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ ഒരു വർഷം കിട്ടുന്ന ശരാശരി മഴ 1200 മില്ലിമീറ്ററാണ്. അപ്പോൾ മഴ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാവുന്നു അവിടെ. ഓരോ പ്രദേശത്തിൻ്റെയും ഇതിന് നേരിട്ട് അവിടെ ജീവനോപാധി പോലും ഇത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങളിലൊക്കെ തന്നെ, ഇത്തരം ദുരന്തങ്ങളിലൊക്കെ തന്നെ മഴ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് തീരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പ്രദേശത്തും പ്രാദേശിക മഴമാപിനി വെച്ചിട്ട് നിരീക്ഷിക്കാൻ തുടങ്ങിയത്. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2020 മുണ്ടക്കയിലുണ്ടായിട്ടുള്ള ഇതേ സ്ഥലത്തുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ തലേ ദിവസം, അന്ന് ബഹുമാനപ്പെട്ട അദീല അബ്ദുള്ള മേഡമാണ് ജില്ലാ കളക്ടറായിരുന്നത്. അന്ന് DDMയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡൻറ്റും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തലേ ദിവസം തന്നെ ഞങ്ങളൊരു പത്രസമ്മേളനം വിളിക്കുകയും വളനറബിളായിട്ടുള്ള സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ട് അന്ന് തലേ ദിവസം ഒരു 4 മണിക്ക് നേരിട്ട് അവിടെ പോവുകയും 26ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയാണ് ഉണ്ടായത്. പിറ്റേ ദിവസം രാവിലെ 3 മണിക്ക് അവിടെ ഉരുൾപൊട്ടുന്നു. ഈ 26 വീടുകളിൽ 25 വീടുകളും തകർന്ന് നാമാശേഷമാകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കരുതൽ ഞങ്ങൾ എടുത്തിരുന്നു എന്നുള്ളതാണ്, യാതൊരു സംശയമില്ലേ. ഇപ്പോഴും ആ കരുതലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാൾ അപ്പുറത്തേക്കുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു. ആ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞത് 2018 കുറിച്യർമല ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഒരു ദിവസം ഉരുൾപൊട്ടി വീണ്ടും അവിടെ ഉരുൾപൊട്ടുന്ന നേരിട്ട് നമ്മൾ പോയി പരിശോധിച്ചിട്ട് പറയണം, നിങ്ങൾ കരുതിയിരിക്കണം, ഉരുൾപൊട്ടി വന്നാൽ തന്നെ ഈ കുറിച്യർമല ഭാഗത്തുള്ള ജനങ്ങളുടെ ദേഹത്തേക്ക് വീഴില്ല, മണ്ണ് തെറിക്കില്ല, അത് കുറിച്യർമല LP സ്കൂൾ മൂടിപ്പോകുമെന്ന് അതിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ തലേ ദിവസം ഞാനവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് തന്നെ ഞാനും ഹസാർഡ് അനലിസ്റ്റും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹസാർഡ് അനലിസ്റ്റും കൂടിയിട്ട് അവിടെ അറിയിച്ചു, ജനങ്ങളും പരിഭ്രാന്തരാകേണ്ട, പിറ്റേ ദിവസം ഇന്ന് രാത്രിയോ നാളെയോ വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്, അത്രയും വളനറബിളായിട്ടാണ് അവിടെ നിൽക്കുന്നത്, ആ ദുർബലമായിട്ടുള്ള സ്ഥലം പൊട്ടി വീണാൽ തന്നെ ജനങ്ങളെ ബാധിക്കില്ല, സ്കൂളിനെയാണ് ബാധിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ പിറ്റേന്ന് 3 മണിക്കോ 4 മണിക്കോ ആയിട്ട് അവിടെ ഉരുൾപൊട്ടുകയും ആ കുറിച്യർമല സ്കൂൾ പൂർണ്ണമായിട്ട് മൂടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇത് ഒരു തിരിച്ചറിവ്, ചില ഇടപെടലുകൾ, ഇങ്ങനെയുള്ള ചില നമ്മളുടെ ഇത് പ്രാദേശികമായി നടത്തിയ ഒരു ഇടപെടലാണ്. പക്ഷേ സംസ്ഥാന വ്യാപകമായി ഇത്തരം പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത സ്വഭാവത്തിലുള്ള അലേർട്ട് സംവിധാനം, ഷംസാദ് മരക്കാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏകീകൃത സംവിധാനമുള്ള ഒരു അലേർട്ട് സംവിധാനമെങ്കിലും ഈ മുണ്ടക്കയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമോ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യം. വളരെ നന്ദി ശ്രീ ഷംസാദ്, ശ്രീ ശരവണകുമാർ, ശ്രീ PU ദാസ്, ഇത്രയും